ആ ആ ആ പത്മാവയോധനതടി പരിലംബലഗ്ന പത്മാപയോധനതടി പരിലംബലഗ്ന കാശ്മീരമുദ്രിതമുരോ മധുസൂദനസ്ത്യ വ്യക്താനുരാഗമിവ കേള ധനന്ദകേദ വ്യക്താനുരാഗമിവ കേള ധനന്ദകേദ സേതംബുപൂരമനുപൂര യദു പ്രിയംബ വസന്തേ വാസന്തി കുസുമ സുകുമാരേരൈ വയഭ്രമം ദ്യോ കാന്താരേ കാന്താരേ ബഹുവിഹിത കൃഷ്ണാനുസരണ 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 അമന്ദോ കന്ദൽപജ്ജനിത ജയ ചിന്ത ജയകുല ചലൽബാധാം രാധ ചലൽബാധാം രാധ സരസവിധമൂജേ സഹചരി കൃഷ്ണ പലമതസാരവുമേകമെന്നു പാരാതുലകിൽ ഒരാനയിലന്തരെന്ന പോലെ പലമതയുക്തി പറഞ്ഞു പാമരന്മാർ അലവതു കണ്ടലരാതെ അമർന്നിടേണോ ആ ആ ലളിതലവംഗല താപരിശീലന ലളിതലവംഗല താപരിശീലന കോമള മലയ സമീരേ മധുകര നികര കരംബിത കോകില മധുകര നികര കരംബിത കോകില കോജിത കുഞ്ച കുടീരേ വിഹരതി ഹരിരിക ആ ആ മദ മദന മനോരഥ പതിക ഉന്മദ മദന മനോരഥ പതിക വധൂജന ജനീത വിലാപേ അളികുല സംകുല കുസുമ സമൂഹ അളികുല സംകുല കുസുമ സമൂഹ നിരാകുല ബകുള കലാപേ വിഹരതി ഹരിരിക
सरस वसन्दे मृगमाद सौरभ मृगमद सौरभ बसावशं वद मृगमद सौरभ बसावशं वद मृगमद सौरभ बसावशं वद नवदಳ ಮಾಲದ ಮಾಲೆ ನವದಳ ಮಾಲದ ಮಾಲೆ ಯುವಜನ ಹೃದಯ ವಿದಾರಣ ಆ ಆ ಯುವಜನ ಹೃದಯ ವಿದಾರಣ ಮನಸಿಜ ಯುವಜನ ಹೃದಯ ವಿದಾರಣ ಮನಸಿಜ ನಗರು ಜೆ ಕಿಂ ಶೋಗ ಜಾಲೇ ವಿಹರದಿ ಹರಿರೇಗ ಆ ಮದನಮಹಿ ಬದಿ ಕನಗದಂಡ ರುಚಿ ಕೇಸರ ಕುಸುಮ ವಿಗಾಸೆ ಕೇಸರ ಕುಸುಮ ವಿಗಾಸೆ ಮಿಳಿದ ಸಿಲಿ ಮೂಗ ಪಾಡಲ ಪಡಲ ಹೃದಾಸ್ಮರ ತೋಣ ವಿಲಾಸೆ ರಾಧೆ ವಿಗಳಿದ ಲಜ್ಜಿದ ಜಗದವಲೋಗನ ವಿಗಳಿದ ಲಜ್ಜಿದ ಜಗದವಲೋಗನ ತರುಣ ಕರುಣ ಹೃದಹಾಸೆ ತರುಣ ಕರುಣ ಹೃದಹಾಸೆ ವೃಂದಾವನ ವಿಭಿನೇ ಪರಿಸರ ವೃಂದಾವನ ವಿಭಿನೇ ಪರಿಸರ ಪರಿಗದ ಯಮುನಾವನ ಚೋದೆ ಶ್ರೀ ಜಯ ದೇವ ಬಣಿದ ಮಿದ ಮುದಯದಿ ಜಯ ದೇವ ಬಣಿದ ಮಿದ ಮುದಯತಿ ಹರಿಚರಣ ಸ್ಮೃತಿ ಸಾರೋ ಶ್ರೀ ಜಯ ದೇವ ಬಣಿದ ಮಿದ ಮುದಯತಿ ಹರಿಚರಣ ಸ್ಮೃತಿ ಸಾರೋ ಸರಸ ವಸಂತ ಸಮಯವನ ವರ್ಣನ
സരസവസന്ത സമയവനവർണ്ണന അനുഗത മദന വികാരോ വിഹരതി ഹരിരിഹ കൃഷ്ണ 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 ഭവ സിന്ധോ ദുരിത സഞ്ജയ മഗു ഗുരുതര ഭവ സിന്ധോ ദുരിത സഞ്ജയ മഗു തിരതന്നിൽ മുറ്റുകുന്ന മരഗതിക്കവലംബോ തിരതന്നിൽ നരഗതിക്കവലംബം മരതക മണിവർണ്ണ ഹരിതന്നെയെന്നോ തവ മരതക മണിവർണ്ണ ഹരിതന്നെയെന്നോ തവ മരതക മണിവർണ്ണ ഹരിതന്നെയെന്നോ തവ മരതക മണിവർണ്ണ ഹരിതന്നെയെന്നോ തവ ചരിത വർണ്ണനങ്ങളിൽ സകല മുനികൾ പർവതലിവ നദുന ചരിത വർണ്ണനങ്ങളിൽ മുനികൾ പർവത
വനങ്ങളിൽ സകല മുനികൾ പർവതറിവനതു സകല മുനികൾ പർവതറിവനതുന കരുണ കരുണ ചെയ്വാൻ എന്തോ താമസം കൃഷ്ണ കഴലിന കൈ തൊഴുന്നേ കൃഷ്ണ ശരണാഗതന്മാർക്കിഷ്ട വരദാനോ ചെയ്തു ചെമ്മേ ശരണാഗതന്മാർക്കിഷ്ട വരദാനോ ചെയ്തു ചെമ്മേ ശരണാഗതന്മാർക്കിഷ്ട വരദാനം ചെയ്തു ചെമ്മേ ശരണാഗതന്മാർക്കിഷ്ട വരദാനോ ചെയ്തു ചെമ്മേ ഗുരുവായൂർ പൂരം തന്നിൽ ഗുരുവായൂർ പൂരം തന്നിൽ മരുവുമകില ദുരിതകരണ ഭഗവൻ ഗുരുവായൂർ പൂരം തന്നിൽ മരുവുമകില ദുരിതകരണ ഭഗവൻ ഗുരുവായൂർ പൂരം തന്നിൽ മരുവുമകില ദുരിതകരണ ഭഗവൻ കരുണ ശിവ കൃഷ്ണ കൃഷ്ണ ത്രാതാവാദിയാം ലോകത്രാതാവായുള്ള ഗുരു വാദാപുരവരെ നികേത ശ്രീ പത്മനാഭ പ്രീതി കലർന്നോ നീ വൈകാതെ കനിവോടന്റെ വാദാതിരോഗം നീ വരദ വികര സകല കുശലമധികം കരുണ ചെയ്വാൻ എന്തോ താമസം കൃഷ്ണ വളരെ അസ്വസ്ഥരായും ഗൗരവം പൂണ്ടും ഇനി എങ്ങനെയായിരിക്കുമെന്ന് അറിയാതെ ഇരിക്കുന്ന വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് തടിമുടിയൊക്കെ വളർത്തിയ ഒരു സന്യാസി കയറി ചെല്ലുന്നു. ആരോടൊന്നും പറയുന്നില്ല. ഡെസ്കും ബെഞ്ചൊക്കെ സൈഡിലേക്ക് മാറ്റിയിടാൻ പറയുന്നു. അദ്ദേഹം അവിടെ നടുവിൽ പോയി ആ ടേപ്പ് റെക്കോർഡറായിട്ടിരിക്കുകയാണ്. എന്നിട്ട് എല്ലാ കുട്ടികളോടും മലർന്ന് കിടക്കാൻ പറയുകയാണ്, തനിക്കെതിരെ തലയാക്കിയിട്ട്. അങ്ങനെ എല്ലാവരും മലർന്ന് കിടക്കും. അന്ന് ഏറ്റവും പോപ്പുലറായിരുന്ന ഒരു പോപ്പ് സോങ്ങാണ് അവിടെ വയ്ക്കുന്നത്. കുട്ടികൾ പൊതുവെ അധ്യാപകരെല്ലാം എതിരായിരിക്കുന്ന ഒരു പാട്ടാണ്. പക്ഷെ അതിൽ പങ്കെടുത്ത ഒരു വിദ്യാർത്ഥി പിന്നെ ഗുരുവിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യയായിട്ട് മാറി. അവർ ഫ്രണ്ട് ഹില്ലിൽ വന്നിട്ട് ഒരിക്കലും അവരുടെ അനുഭവം പറഞ്ഞത്, ഞങ്ങളെല്ലാം ചാടി തിമിർത്ത് നൃത്തം ചെയ്യുന്നൊരു പാട്ടായിരുന്നു അത്. പക്ഷെ അവിടെയാണ് നമുക്ക് മലർന്ന് വെറുതെ കിടക്കേണ്ടി വന്നത്. ഇപ്പോൾ വെറുതെ ഇരുന്നും ആഴത്തിൽ നൃത്തം ചെയ്യാൻ കഴിയുമെന്ന് ഗുരു അന്ന് പഠിപ്പിച്ചു എന്ന് പറഞ്ഞു. ഒരു സംഗീതത്തെ, നൃത്തം എന്ന് പറയുന്നത് നമ്മളുടെ ആന്തരികമായും നടത്താവുന്ന ഒന്നാണെന്ന് അവരേറ്റവും ഇഷ്ടപ്പെടുന്ന അവരോട് ചേർന്ന് നിന്നുകൊണ്ട് പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്ന ഒന്നുണ്ട്. ഒരുപക്ഷെ ഇന്നിപ്പോൾ സുധിസ്വാമി സംസാരിച്ചപ്പോഴൊക്കെ പറയാൻ ശ്രമിച്ചത്, നമ്മൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒന്നിനെ ചേർത്ത് വെച്ച് ഒന്നിനോട് ചേർന്ന് നിന്നുകൊണ്ട്
അതിൻ്റെ മറ്റൊരു വശത്തെ, കുറച്ചും കൂടി ക്രിയേറ്റീവായ മറ്റൊരു വശത്തെ തൊട്ട് തരുന്നിടത്താണ് ഒരു ടീച്ചർ ഒരു ഗുരുവായിട്ട് മാറുക എന്ന് പറയാറുണ്ട്. അല്ലാതെ പഠിച്ചത് പഠിപ്പിക്കുമ്പോഴല്ല, പഠിച്ചത് മുമ്പിലിരിക്കുന്ന കുട്ടികളുടെ സ്വഭാവം അറിഞ്ഞ്, വിദ്യാർത്ഥികളുടെ സ്വഭാവം അറിഞ്ഞ് അവരുടെ കൂടെ നിന്നുകൊണ്ട് തന്നെ അവരുടെ ഒപ്പം യാത്ര ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, അവരുടെ സ്വഭാവത്തിനും താല്പര്യങ്ങളുടെയും കൂടെ നിന്നുകൊണ്ട് മറ്റൊരു സർഗാത്മക ലോകത്തിലേക്ക് അവരുടെ കൂടെ യാത്ര ചെയ്യാൻ അവരെ സഹായിക്കുക. അവർ പോലും അറിയാതെ അവരെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുന്ന ഒരു ഗുരുസാന്നിധ്യം ആയിട്ട് ജീവിച്ച ഒരു മനുഷ്യൻ കൂടിയാണ് നിത്യ. അതുകൊണ്ട് ഗുരുനിത്യയുടെ വിദ്യാഭ്യാസ ദർശനം നമുക്ക് ഒലീനയിൽ നിന്ന് കേൾക്കാം. സ്വാഗതം. ഏറെ പ്രിയപ്പെട്ടവരെ, ഷൗക്കത്തും സവിത അടക്കമുള്ള മാഷടക്കമുള്ള ചങ്ങാതിമാർ, ചെറുപ്പം തൊട്ട് പ്രത്യേകിച്ച് കലാകൗമുദിയിലൂടെ എഴുതിയെ വായിച്ച, മുൻപൊരിക്കൽ സൂചിപ്പിച്ചതുപോലെ നേരിൽ കാണാൻ ധാരാളമായി ആഗ്രഹിച്ച, അപൂർവമായ ഒരു സന്ദർഭത്തിൽ മാത്രം കേരള സർവകലാശാലയിലെ എംഫിൽ വിദ്യാർത്ഥിനി ആയിരിക്കുമ്പോൾ അദ്ദേഹം വന്ന ഒരു പ്രഭാഷണം കൊണ്ട് മാത്രം നേരിട്ട് കണ്ടിട്ടുള്ള കൂട്ടുകാരികൾ, കൂട്ടുകാരന്മാർ ധാരാളം പേര് ഭവനിൽ പോയിട്ട് അദ്ദേഹത്തെ കണ്ട അനുഭവങ്ങൾ കേട്ടിട്ട് നല്ലോണം അസൂയപ്പെട്ടിട്ടുള്ള, അത്യാവശ്യം മോശമല്ലാത്ത കുശുമ്പ് അവരോടൊക്കെ തന്നെ തോന്നിയിട്ടുള്ള ഒക്കെ ആളാണ് എന്നെ സംബന്ധിച്ച്. നമ്മൾ ഒരുപാട് പേരുടെ സംബന്ധിച്ച്, കേരളത്തിലെ ഒരുപാട് മനുഷ്യരെ സംബന്ധിച്ച് എന്ന പോലെ എനിക്കും നിത്യ ചൈതന്യ എഴുതി. പിന്നീട് കഴിഞ്ഞൊരു 3 പതിറ്റാണ്ടായി അധ്യാപിക എന്ന നിലയിൽ കേരളത്തിലെ പല കോളേജുകളിൽ പഠിപ്പിക്കുന്ന സമയത്തും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ, ക്ലാസ് മുറി അധ്യാപനത്തിന് പുറത്ത് പലതരത്തിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ, വിദ്യാഭ്യാസ രേഖകൾ രൂപീകരിക്കുന്ന സമിതികളിൽ, കേരളത്തിൻ്റെ 1ാം ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ രേഖകളിൽ അക്കാലത്ത് ഞങ്ങൾ ഒന്നിച്ച് പണിയെടുത്തവരാണ് ഞാനും സവിതയും. ആ രേഖകൾ വിവർത്തനം ചെയ്യുന്ന സന്ദർഭത്തിൽ ഒക്കെ തന്നെ അറിഞ്ഞോ അറിയാതെയോ നടരാജഗുരുവിൻ്റെ ഏകാത്മക വിദ്യാഭ്യാസ ദർശനവും അതിൻ്റെ തുടർച്ചയിൽ യതിയുടെ ലേഖനങ്ങളും മനസ്സിലൂടെ പല സന്ദർഭങ്ങളിൽ വായിച്ച് അതിൻ്റെ ആശയങ്ങൾ പോയിട്ടുണ്ട് എന്നുള്ളത് ഒക്കെ ഓർക്കുകയാണിപ്പോൾ. ഇന്ത്യ മഹാരാജ്യം ഒരു പുതിയ വിദ്യാഭ്യാസ നയത്തിലേക്ക് കടന്നു പോകുന്ന സാഹചര്യത്തിൽ ഇന്ത്യയുടെ 2ാം ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിക്കുന്നത് 1986 ആണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. 86 നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ഈ തൊഴിലധിഷ്ഠിതം എന്ന് നമ്മളിപ്പോൾ വിളിക്കുന്ന പ്രക്രിയയിലേക്ക് ഇന്ത്യ മഹാരാജ്യം കടന്നത് എന്നറിയാം. അതിൻ്റെ തുടർച്ചയിലാണ് തൊഴിലിന് മാത്രമായി വിദ്യാഭ്യാസം എന്ന നിലയിലേക്ക് നമ്മൾ മാറിയത്. വിദ്യാഭ്യാസ പ്രക്രിയയെ അങ്ങനെ ഒറ്റ ഫോക്കസിലേക്ക് മാറുന്ന, തൊഴിൽ കേന്ദ്രീകരിച്ച് മാത്രം മാറുന്നത് വേണ്ട എന്ന് ആരും നമ്മൾ പറയില്ല. പക്ഷേ അത് മാത്രമായി മാറിപ്പോകുന്ന ഒരു തലം നമ്മൾ തുടർച്ചയായിട്ട് പിന്നീട് ഇങ്ങോട്ട് കാണുന്നുണ്ട്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറികൾ ഇന്ത്യയിലെമ്പാടും രൂപപ്പെടുന്നതും, വൊക്കേഷണൽ കോഴ്സുകൾ ഉണ്ടാകുന്നതും, വൊക്കേഷണൽ പഠനം ഒരു പ്രധാനപ്പെട്ട അജണ്ടയായി മാറുന്നതും, വിദ്യാഭ്യാസ രംഗത്ത് വ്യവസായത്തിന് വലിയ സ്വാധീനമുണ്ടെന്ന് തിരിച്ചറിയുകയും വാണിജ്യവും വ്യവസായവും എങ്ങനെയാണ് വിദ്യാഭ്യാസ പ്രക്രിയയിൽ നേരിട്ട് തന്നെ കടന്നു വരികയും ചെയ്തത്. പിൽക്കാലത്ത് 86 ശേഷം പിന്നീട് പല സന്ദർഭങ്ങളിൽ 91 ഇന്ത്യയിലെ വലിയ മാറ്റങ്ങളൊക്കെ നമ്മൾ കാണുന്നവരാണ്, നമ്മൾ തിരിച്ചറിയുന്നവരാണ്. അവിടെയൊക്കെ തന്നെ വിദ്യാഭ്യാസ നയം രൂപീകരിക്കുമ്പോൾ നിശ്ചയമായിട്ടും പൂർവ്വസൂരികളെയൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അവരൊക്കെ തന്നെ, അത് രൂപീകരിച്ചവരൊക്കെ തന്നെ യതി അടക്കം വായിച്ചിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് മാറ്റി നിർത്താനാവില്ലല്ലോ നമുക്ക്. മഹാനായ കോത്താരി ഇന്ത്യയിലെമ്പാടും സഞ്ചരിച്ചുകൊണ്ട് രൂപീകരിച്ച ഒരു വിദ്യാഭ്യാസ നയമാണ്. അദ്ദേഹം കുറേ കൂടി പിന്നാക്കം നടന്നുകൊണ്ടാണ് വാർധാ സമ്മിറ്റ് മുതൽ സാക്കിർ ഹുസൈൻ കമ്മിറ്റി അടക്കമുള്ള റിപ്പോർട്ടുകളൊക്കെ പഠിച്ചുകൊണ്ട് ഗാന്ധിജി വളരെ ബൃഹത്തായ അതിവിപുലമായൊരു പുസ്തകത്തിലൂടെ ഇപ്പോൾ നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസം എന്ന് പേരിട്ട വലിയൊരു വലിയ വോളിയം, ഒറ്റ വോളിയം അതോടെ മൂലം എത്തുമ്പോൾ പിന്നീട് അതിപ്പോൾ എനിക്ക് തോന്നുന്നു ചില പ്രസാധകർ 4-5 വോളിയമാക്കി അത് മാറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ കയ്യിലുള്ള പഴയ ആ വലിയ പുസ്തകം, മഹത്തായ പുസ്തകം, ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ ജീവിക്കുന്ന നിരക്ഷര കുക്ഷികളായ, മലയാള വിവർത്തനം അങ്ങനെയാണ് ദാമോദര മാഷ് ചെയ്തിരിക്കുന്ന, നിരക്ഷര കുക്ഷികളായിട്ടുള്ള നിരാലംബരായ മനുഷ്യർക്ക് വേണ്ടി, നിസ്വരായ മനുഷ്യർക്ക് വേണ്ടി എങ്ങനെയാണ് വിദ്യാഭ്യാസം വെളിച്ചമായി മാറുന്നത് എന്ന്
വാർത്താ സമിതിയിൽ അദ്ദേഹം വയ്ക്കുന്ന ആശയം അത് അവരവരുടെ ഭാഷയിലൂടെ, മാതൃഭാഷയിലൂടെ എന്ന് ആദ്യന്തം ഉറപ്പിച്ച് പറയുന്ന മഹാത്മജി, സാക്കിർ ഹുസൈൻ കമ്മിറ്റിയോട് സംസാരിക്കുമ്പോൾ അത് പിന്നീട് ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുന്ന മഹാത്മാഗാന്ധി, ഇങ്ങനെ നമ്മൾ പിന്നാക്കം പോകാറുണ്ട്. നമ്മളെല്ലായ്പ്പോഴും പിന്നാക്കം പോകണമല്ലോ. ഒരിടത്ത് നിലയുറപ്പിച്ച് നിൽക്കാൻ, സ്വപ്നങ്ങൾ നക്ഷത്രങ്ങളെ നോക്കിക്കൊണ്ട് കാണുകയും നിലയുറപ്പിച്ച് ഭൂതകാലത്തിലേക്ക് നല്ല ഉറപ്പുള്ള ഭൂതകാലം മണ്ണിൽ തന്നെ ചവിട്ടി ഉറപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് യതിയടക്കമുള്ള മഹാഗുരുനാഥന്മാർ. ഞാൻ തമാശയ്ക്ക് പറയാറുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയാറുണ്ട്, അവരൊക്കെ മഹാഗുരുനാഥന്മാർ, ക്ലാസ് മുറികളിലും അല്ലാതെയുള്ള മഹാഗുരുനാഥന്മാർ. നിങ്ങൾക്കൊക്കെ ഈ ലഘുനാഥന്മാരുടെയും ലഘുനാഥകളുടെയും മുമ്പിലിരിക്കാനാണ് കഴിയുക എന്നുള്ളത്, അതിനാണ് അവസരമെന്ന് നമ്മൾ അർത്ഥസത്യമായിട്ടോ തമാശയായിട്ടോ ഒക്കെ പറയുമെങ്കിലും അവരിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. അധ്യാപകൻ അധ്യാപിക എന്നുള്ള ബൈനറി വിട്ടിട്ട് അധ്യാപകർ ആ പരമ്പരയിലേക്ക് ഉയരുക അത്ര കണ്ട് എളുപ്പമല്ല എന്ന് ഈ കുറഞ്ഞ ജീവിതം കൊണ്ട് നമുക്കൊക്കെ ബോധ്യമാകും. നമ്മുടെയൊക്കെ ജീവിതം കൊണ്ട് തന്നെ നമുക്കൊക്കെ ബോധ്യമാകും. അതിനപ്പുറത്തേക്ക് ഈ ജീവിതങ്ങൾ ഇവരുടെയൊക്കെ നിശ്ചയിച്ചുറപ്പിച്ച്, ഞാൻ അങ്ങനെയാണ് അതിനെ കാണുന്നത്. നേരത്തെ സൂചിപ്പിച്ചു കുട്ടികളെ, ഷൗക്ക നേരത്തെ പറഞ്ഞല്ലോ, ഉദാഹരണം പറഞ്ഞല്ലോ, യതിയെ നമ്മൾ അങ്ങനെ തന്നെയാണ് നോക്കിക്കാണുന്നത്. ഈ ലോകത്ത് ലൗകികമായ ഒരുതരം ആശയവും മനുഷ്യർക്ക് അന്യമല്ല എന്നിരിക്കെ മനുഷ്യർക്ക് അന്യമല്ലാത്തതൊന്നും, അല്ലെങ്കിൽ മനുഷ്യർക്ക് പ്രാപ്യമായത് എല്ലാം ഒരു യതിവര്യനും പ്രാപ്യമാണോ എന്നുള്ളതല്ല, മറിച്ച് അതിലൂടെ കടന്നു പോകാൻ അത് ആ അനുഭവ പരിസരത്തിലൂടെയും ആ അനുഭവ മണ്ഡലത്തിൽ സ്വാംശീകരിക്കുന്ന ആനുഭവികമായിട്ടുള്ള എല്ലാത്തരം തന്മാത്രകളെയും തൊട്ടു നോക്കാനും ശ്രമിച്ച ഒരു സന്യാസി വര്യൻ എന്ന നിലയിൽ കൂടിയാണെന്ന്, സന്യാസി എന്ന നിലയിൽ കൂടിയാണ് നമ്മൾ യതിയെ ഞങ്ങളെയൊക്കെ മാതിരി ആൾക്കാർ വീണ്ടും വായിക്കുകയും പഠിക്കുകയും ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. നിരന്തരം സാമൂഹിക ജീവിതത്തിൽ ഇടപെടുന്ന ആളുകൾ എന്ന നിലയിൽ നമുക്കടക്കം മാറ്റി നിർത്താനാകാത്ത അതിബൃഹത്തായ ആശയങ്ങൾ, അതിവിപുലമായ ആശയങ്ങൾ, അതിസൂക്ഷ്മമായ ആശയങ്ങൾ മറ്റേത് രംഗത്തെ പോലെയും വിദ്യാഭ്യാസ പ്രക്രിയയിൽ അത്യന്തം ഒരു അധ്യാപകനായിരിക്കാൻ പരിശ്രമിച്ച ഒരാളെന്ന നിലയിൽ, ഗുരുനാഥനായിരിക്കാൻ പരിശ്രമിച്ച ഒരാളെന്ന നിലയിൽ എന്ന് കരുതി ഗുരുനാഥൻ ശിഷ്യൻ, ഗുരു ശിഷ്യൻ എന്ന നിലയിൽ, ഗുരു ശിഷ്യ എന്ന നിലയിൽ ബൈനറി അല്ല, മറിച്ച് ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ചേർത്ത് നിർത്തൽ കൊണ്ടാണ് നമുക്കൊക്കെ എത്രയും താതാത്മ്യപ്പെടാൻ സാധിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുതന്നെയാണ് വിദ്യാഭ്യാസത്തിൻ്റെ ചേർത്ത് നിർത്തൽ എന്നുള്ള, സമ്യക് എന്നുള്ള, സമഗ്രം എന്നുള്ള അംബ്രല്ല ടേമുകൾ നമുക്ക് വളരെ കുറവാണ്. അംബ്രല്ല ടേമുകൾ ഇല്ലാതാകുന്നു, കുടപദങ്ങൾ ഇല്ലാതാകുന്ന കാലത്ത് കുടപദം മാത്രമല്ല ഇല്ലാതാകുന്നത്, കുടകൾ തന്നെ ഇല്ലാതാകുന്നു എന്നുള്ളതാണ്. ആൽമരം പോലെയുള്ള മഹാവൃക്ഷങ്ങൾ തണൽ വിരിക്കാൻ ഇല്ലാതാകുന്ന കാലത്ത് ഓർമ്മകളിലൂടെ ഇവരുയർത്തിത്തന്ന വലിയ തണലുകളെ നമ്മൾ സ്വാംശീകരിച്ച് തിരിച്ചു പിടിച്ച് കൊണ്ടുവരേണ്ട അനിവാര്യ സന്ദർഭം ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗത്തുണ്ട് എന്നുള്ളത് കഴിഞ്ഞ എല്ലാ വിദ്യാഭ്യാസ രേഖകളും, എൻ്റെ മിടുക്കല്ല, ഞാൻ ബാധ്യസ്ഥയായിരുന്നു അത് പഠിക്കാൻ. കോത്താരി മുതൽ ഇങ്ങോട്ട് ഉള്ള ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ മുന്നോട്ട് വെച്ച ആശയത്തെ ഏറ്റെടുത്തുകൊണ്ട് പിൽക്കാലത്ത് രൂപപ്പെട്ട 48 അദ്ദേഹം മുന്നോട്ട് വെച്ച മഹാ ആശയത്തെ ഏറ്റെടുത്തുകൊണ്ട് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അടക്കം രൂപീകരിക്കുന്നതും 60-ൽ ആരംഭിക്കുന്ന വലിയ ചർച്ച, 2-3 വർഷങ്ങളിൽ നീണ്ടു നിൽക്കുന്ന വലിയ ചർച്ച 63-ൽ എങ്ങനെയാണ് പാർലമെൻറ്റ് പാസ്സാക്കിയതെന്നൊക്കെ നമ്മൾ കാണുകയാണ്. എങ്ങനെയാണ് ഒരു ഭരണകൂടം, ഞാൻ ആദ്യം അതിലേക്കാണ് വരുന്നത്, എത്തരത്തിലാണ് ഈ 3 വിദ്യാഭ്യാസ നയങ്ങൾ ഇന്ത്യയിലെ അതത് ഭരണകൂടങ്ങൾ കൈകാര്യം ചെയ്തത് എന്ന് ബോധ്യമുള്ളവരെന്ന നിലയിൽ, തിരിച്ചറിയുന്നവരെന്ന നിലയിൽ മഹാനായ കോത്താരിയെ ആദ്യവും അവസാനവും നമ്മൾ ഉദ്ധരിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ കോത്താരി എന്ന പേര് എത്ര കണ്ട് എവിടെയൊക്കെ പറയപ്പെടുന്നു, ഏത് രേഖകളിൽ പറയപ്പെടുന്നു, ഏറ്റവും ഒടുവിൽ നമ്മുടെ കയ്യിൽ കിട്ടിയ 65 പേജുള്ള അതിൻ്റെ ബ്രീഫ്, അതിൻ്റെ സമ്മറി ആയിട്ടുള്ള വിദ്യാഭ്യാസ രേഖയും അതിൻ്റെ ബൃഹത്തായ രൂപം, അതിൻ്റെ വിപുലപ്പെടുത്തി 298 പേജുള്ള ആദ്യത്തെ കരടും മൊത്തവും നല്ലോണം പല ആവശ്യങ്ങൾക്കായിട്ട് വായിച്ചു പോയ ഒരാളെന്ന നിലയിലാണ് ഞാൻ യതി മുന്നോട്ട് വയ്ക്കുന്ന ഭരണഘടനാപരമായിട്ട് വിദ്യാഭ്യാസത്തെ മാറ്റിയെടുക്കേണ്ടതുണ്ട് എന്ന ആദ്യത്തെ ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. ആദ്യത്തെ ആശയം പരിവർത്തനോന്മുഖ വിദ്യാഭ്യാസത്തിൽ, അതിൻ്റെ ആമുഖത്തിൽ, അതിൻ്റെ ആദ്യ ലേഖനത്തിൽ അടിവരയിട്ട് ഉറപ്പിച്ച് പറയുന്ന ആ ലേഖനം അവസാനിപ്പിക്കുന്നത് മാറി വരുന്ന ഭരണകൂടങ്ങൾക്ക്, മാറി വരുന്ന തിരഞ്ഞെടുക്കപ്പെടുകയാണ്. ജനാധിപത്യത്തെക്കുറിച്ചുള്ള ഏറ്റവും ഉജ്ജ്വലമായ ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയിൽ നമ്മുടെ ഭാഷ, വേഷം തുടങ്ങിയ ആശയങ്ങളെക്കുറിച്ച് മുന്നോട്ട് വയ്ക്കുന്ന ആർട്ടിക്കിൾ ഉദ്ധരിച്ചുകൊണ്ട് തുടങ്ങുന്ന ലേഖനം അവസാനിക്കുന്നത് വിദ്യാഭ്യാസം എന്ന പ്രക്രിയ, വിദ്യാഭ്യാസം എന്ന ആശയം ലോകത്തെ മറ്റെല്ലാ മനുഷ്യരെയും പോലെ ഇന്ത്യയിലെ കുഞ്ഞുങ്ങളും
എങ്ങനെയാണ് ഈ പ്രക്രിയയിലേക്ക് മറ്റ് ഭരണകൂടവും ഇങ്ങനെ മാറി മാറി നിൽക്കുന്ന വൈരുദ്ധ്യത്തിൽ നിൽക്കുന്നതല്ല, മറിച്ച് ഇന്ത്യ എന്ന രാജ്യവും ഇന്ത്യയിലെ കുഞ്ഞുങ്ങളും ഒരേ സമയം നേരത്തെ സൂചിപ്പിച്ച വൈരുദ്ധ്യം അതിൽ നിൽക്കുമ്പോൾ തന്നെ, വൈരുദ്ധ്യത്തിൽ നിൽക്കുമ്പോൾ തന്നെ എവിടെയാണ് കുഞ്ഞുങ്ങൾ എല്ലാവരുടേതായി മാറുന്നത്? രക്ഷാകർത്താക്കളോട് സംസാരിക്കുന്ന സന്ദർഭത്തിൽ ഇത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നിടത്ത് ഒരർത്ഥത്തിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളും അത് എല്ലാവരുടെ കുഞ്ഞുങ്ങളും, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അല്ലാതാകുന്നത് എന്ന ദാർശനികമായ ആശയം മുന്നോട്ട് വയ്ക്കുമ്പോൾ തന്നെ മണ്ണിൽ ഇറങ്ങി നിന്നുകൊണ്ട്, ഭൂമിയിൽ നിന്നുകൊണ്ട് ഭരണകൂടങ്ങൾക്ക് മാറി മാറി, രാജ്യത്ത് മാറി മാറി വരുന്ന ഭരണവ്യവസ്ഥയ്ക്ക്, അദ്ദേഹം അവിടെ ഉപയോഗിക്കുന്ന വാക്ക് ഭരണകൂടമൊന്നുമല്ല, ഭരണവ്യവസ്ഥയ്ക്കെന്ന് ഉപയോഗിക്കുന്നു. അതറിയാത്ത ആളല്ലല്ലോ. സ്റ്റേറ്റ് എന്ന ആശയവും ഭരണവ്യവസ്ഥ എന്ന ആശയവും തിരിച്ചറിയാത്ത ആളല്ല യതി. ഞാനിപ്പോൾ അതിൻ്റെ സൂക്ഷ്മതയിലേക്ക്, എനിക്കിതിന് മുമ്പ് അതിൻ്റെ പൊരുൾ അത്ര കണ്ട് പിടികിട്ടിയിട്ടില്ല, ഇപ്പോൾ എനിക്ക് അതിൻ്റെ പൊരുൾ നല്ലോണം മനസ്സിലാവുന്നു. ഒരു രാജ്യത്ത് മാറി വരുന്ന ഭരണവ്യവസ്ഥയ്ക്ക് മാറ്റിയെടുക്കാൻ കഴിയരുത് പൊതുവിദ്യാഭ്യാസത്തെ മാറ്റിയെടുക്കാൻ കഴിയരുത്, മറിച്ച് ഒരു പ്രദേശത്തെ മനുഷ്യരുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ ഉതകുന്ന തരത്തിൽ അതിന് സ്ഥിരമായ ഒരു സംവിധാനം ഉണ്ടാകണം. അത് ഭരണഘടനയിൽ നിക്ഷിപ്തമായിരിക്കണം. അതിനനുസരിച്ച് ഭരണഘടനയിൽ മാറ്റം ഉണ്ടാകണം നമ്മൾ കാണണം. കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് ഇന്ത്യയിലെ വിദ്യാഭ്യാസം കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് വന്ന 1976 നമുക്കറിയാം. എങ്ങനെയാണ് അടിയന്തരാവസ്ഥയുടെ മറയിൽ സംഭവിച്ചതെന്ന്, എന്ത് ഗുണപരമായ ലക്ഷ്യമായിരുന്നു എന്നും നമുക്കൊക്കെ അറിയാം. തീർച്ചയായിട്ടും ഒരു കേന്ദ്രീകൃതവും സെമി കേന്ദ്രീകൃതവും ബാക്കി സംസ്ഥാനങ്ങൾക്ക് നിക്ഷിപ്തമായിരുന്ന വിദ്യാഭ്യാസ പ്രക്രിയയിൽ ഈ പറഞ്ഞ എല്ലാ ശ്രേണികൾക്കും, മുകളിൽ നിന്ന് താഴോട്ടുള്ള എല്ലാ ശ്രേണികൾക്കും ഇടപെടാൻ കഴിയുക എന്ന ലക്ഷ്യത്തെ മുൻനിർത്തിയിട്ടാണ് ആ മാറ്റമെന്ന് ആ ഭരണഘടനാ ഭേദഗതിയുടെ ആമുഖത്തിൽ എഴുതി വെച്ച് നമ്മളൊക്കെ വായിച്ചതാണ്. 43-ാം ഭരണഘടനാ ഭേദഗതിയുടെ ആമുഖത്തിൽ നമ്മൾ വായിക്കുന്നു. പക്ഷേ അതിന് ശേഷമാണ് 86-ലെ വിദ്യാഭ്യാസ രേഖ പരിശോധിച്ചുകൊണ്ടും 86-ലെ വിദ്യാഭ്യാസ നയത്തെ എത്ര സൂക്ഷ്മമായിട്ട്, എത്ര വേദികളിലാണ് അദ്ദേഹം, അതാണ് നമ്മൾ കാണേണ്ടത്. എത്ര വേദികളിൽ ഒരു വിദ്യാഭ്യാസ നയം വന്നതിന് ശേഷം ഒരു യതിവര്യൻ എത്ര വേദികളിൽ ആ നയത്തെ സംബന്ധിച്ചുള്ള ചർച്ചകളിൽ പങ്കെടുത്തു എന്ന് ഈ 2 പുസ്തകങ്ങൾ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ നിരവധിയായ ലേഖനങ്ങളുടെ ആനുഷംഗികമായും മറ്റു വിഷയങ്ങളെക്കുറിച്ച് എഴുതുമ്പോൾ അതിന് ആനുഷംഗികമായും പല ലേഖനങ്ങളുടെയും പരാമർശമായിട്ട് അത് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ആദ്യം നമ്മൾ കാണേണ്ടത്. വാസ്തവത്തിൽ ഇന്ന് നമ്മൾ തിരിച്ചറിയുന്നത് അത്തരത്തിൽ ഭരണഘടനയിൽ രേഖപ്പെടുത്തേണ്ടിയിരുന്നു, ഭരണഘടനാ ഭേദഗതിയിൽ അങ്ങനെ ഒരു മാറ്റം വരുത്തരുത് എന്നുകൂടി എഴുതി ചേർക്കേണ്ടിയിരുന്നു എന്നത് നമ്മൾ തിരിച്ചറിയുന്ന ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. അത് ഈ പറഞ്ഞ പോലെ ഭരണവ്യവസ്ഥയെന്നോ ഭരണകൂട താല്പര്യമെന്നോ ഒക്കെ മാറ്റി നിർത്തിയിട്ട് നമ്മുടെ കാഴ്ച മാറുന്നു എന്നുള്ളതാണ്. ആധുനിക വിദ്യാഭ്യാസം എത്ര കണ്ട് ആധുനികമല്ലാതായി എന്ന് മറ്റൊരു ലേഖനത്തിൽ അദ്ദേഹം തന്നെ സൂചിപ്പിക്കുമ്പോഴാണ് ഇതിൻ്റെ സൂക്ഷ്മതയിലേക്ക് നമ്മൾ പോകുന്നത്. വിദ്യാഭ്യാസത്തെ പ്രധാനമായിട്ടും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് ഈ പറഞ്ഞ സംവാദാത്മകതയിൽ, വൈരുദ്ധ്യത്തെയും ഉൾക്കൊണ്ടുകൊണ്ട് സംവാദാത്മകതയെ നിർത്തിക്കൊണ്ട് കൃത്യമായ നിർവചനങ്ങൾ രൂപീകരിച്ചുകൊണ്ടാണ് വിദ്യാഭ്യാസ പ്രക്രിയയെക്കുറിച്ച് നോക്കിക്കാണുന്നത്. അത് നമ്മളൊക്കെ വിദ്യാഭ്യാസ പ്രവർത്തകർ, അധ്യാപകരെല്ലാം എപ്പോഴും പറയുന്നത് പോലെ തന്നെ ജ്ഞാനസമ്പാദനവും വിജ്ഞാനം നേടലും അതിൻ്റെ തുടർച്ചയിലുള്ള പ്രക്രിയയെ നമ്മൾ വിദ്യാഭ്യാസം എന്ന് വിളിക്കുന്നു എന്നുള്ളതാണ്. എന്താണ് ജ്ഞാനസമ്പാദനം എന്ന് വളരെ ലളിതമായിട്ട്, ചില നിർവചനങ്ങൾ കടുകട്ടിയായിരിക്കെ ചില നിർവചനങ്ങൾ വളരെ ലളിതമായിട്ട് പറഞ്ഞു വയ്ക്കുന്നു. അവരവരെ പറ്റിയുള്ള അറിവ് എന്നുള്ളതാണ്. ജ്ഞാനസമ്പാദനത്തെ അദ്ദേഹം നിർവചിച്ചു വയ്ക്കുന്നത് അവരവരെ പറ്റിയുള്ള അറിവ് എന്നുള്ളതാണ്. നമ്മുടെ എത്ര കുഞ്ഞുങ്ങൾക്ക് ക്ലാസ് മുറിയിൽ ഏതാണ്ട് 22 മെയ് വരെയും നിരന്തരം നേരിട്ട് കാണുന്ന ഒരാളാണ്. ഇപ്പം അത്ര കണ്ട് നേരിട്ട് കാണാനിടയാവുന്നില്ല. അങ്ങനെ കാണുമ്പോൾ ഒരാൾക്ക് നമ്മൾ അവരവരോട് ചോദിക്കേണ്ട ചോദ്യമുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും നമ്മളെക്കുറിച്ച് എന്തറിയാം? ഒരുപക്ഷെ നമ്മളെക്കുറിച്ച് ഒഴികെ ബാക്കിയെല്ലാം നമുക്കറിയാം. അവരവരെക്കുറിച്ച് നമുക്കെല്ലാവർക്കും ധാരാളം അറിയാം. ഈ അവരവരെക്കുറിച്ചുള്ള അറിവ്, ആ അവസ്ഥയിൽ, നിലവിലുള്ള അവസ്ഥയിൽ നമ്മളെക്കുറിച്ചുള്ള അറിവിനെ അടുത്ത അവസ്ഥയിലേക്ക് മാറ്റുന്നതിനെ നമ്മൾ ജ്ഞാന സമ്പാദനമായിട്ടും വിജ്ഞാന രൂപീകരണമായിട്ടും അദ്ദേഹം തൊട്ടടുത്തപടി നിർവചിക്കുന്നത്. എത്ര ലളിതമാണെന്ന് ആലോചിച്ചോ. അവരവരെക്കുറിച്ചുള്ള അറിവ്, അത് വ്യഷ്ടി എന്നുള്ളതിന് പിന്നീട് അത് സമഷ്ടിയായിട്ട് മാറും, നമുക്കൊക്കെ അറിയാം. ആ അറിവ് പിന്നീട് ആ പ്രക്രിയ തുടർച്ചയിൽ അവരവരെക്കുറിച്ചുള്ള അറിവ്, അത് ചുറ്റുപാടും നോക്കിക്കൊണ്ടുള്ള അറിവ്, പടിപടിയായിട്ട് നിലവിലുള്ള അവസ്ഥയിൽ നിന്ന്, ഇപ്പോൾ ഞങ്ങളൊക്കെ പറയുമ്പോൾ എപ്പോഴും പറയും മെച്ചപ്പെട്ട അവസ്ഥയിലേക്കെന്ന് പറയും. നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് മെച്ചപ്പെട്ട അവസ്ഥയിലേക്കെന്ന് എല്ലായ്പ്പോഴും നമ്മൾ പറയാറുണ്ട്. അതിനെക്കുറിച്ചുള്ള സ്വപ്നത്തെ നമ്മൾ പുരോഗമനപരമായ സ്വപ്നം എന്നൊക്കെ ഞങ്ങളിങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടെങ്കിലും ഇരിക്കണമല്ലോ, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അങ്ങനെ ആ അവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്കെന്ന് അദ്ദേഹം നിർവചിക്കുന്ന ആ മറ്റൊരവസ്ഥ എന്നുള്ളത് കുറച്ചുകൂടി സംവാദാത്മകവും
ഉൾച്ചേർക്കലിൻ്റെയും നമ്മൾ അപരം എന്ന പുതിയ കാലത്തെ വലിയൊരു ബൈനറിയാണ് ഞാനും അപരരും എന്നുള്ളത്. അങ്ങനെ അപരത്വത്തെക്കുറിച്ചുള്ള ഒരു വിചാരവുമില്ലാതെ അപരർ അല്ല ഉള്ളത്, മറ്റുള്ളവർ കൂടി ചേരുന്ന ഒരു ലോകത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കാത്തവർ വിദ്യാർത്ഥികൾ രാഷ്ട്രീയം എന്നുള്ള വിഷയം പിന്നീട് പറയാം. വിദ്യാർത്ഥികൾ രാഷ്ട്രീയം എന്ന വിഷയത്തിൽ നല്ല ഭംഗിയായിട്ട് ആ സാമൂഹികത അദ്ദേഹം നിർവഹിച്ച് വയ്ക്കുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. അങ്ങനെ മറ്റൊരവസ്ഥയിലേക്ക് പോവുകയും ഈ പരിവർത്തനം ആവർത്തിച്ച് വരുന്നതിനെ വിദ്യാഭ്യാസം എന്ന് വിളിക്കുന്നു. ഇത് ഉൾക്കൊണ്ടുകൊണ്ട്, യതിയുടെ ഈ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് എനിക്ക് തോന്നുന്നു, ഞാൻ സാനുമാഷ് അടക്കമുള്ള ആളുകൾ, കുറ്റിപ്പുഴ മുതൽ ഡോക്ടർ കെ ഭാസ്കരൻ നായർ, കുറ്റിപ്പുഴ കൃഷ്ണപിള്ള ഇവരടക്കം, തായാട്ടൊക്കെ അടക്കമുള്ളവർ ഇത് ഉദ്ധരിച്ചുകൊണ്ട് പിന്നീട് അവരവരുടെ വിദ്യാഭ്യാസ ദർശനത്തെക്കുറിച്ച് പറയുന്നത് ഞാൻ വായിച്ചറിഞ്ഞിട്ടുണ്ട്, നേരിൽ നിന്ന് കേട്ടറിഞ്ഞിട്ടുണ്ട്. വിജയൻ മാഷ് നല്ല ഭംഗിയായിട്ട് ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ, എം.എൻ. വിജയൻ ഇതിൻ്റെ ഒരു വിശദീകരണം എന്ന നിലയിൽ മാഷ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, എഴുതിയിട്ടുള്ളത്, അടയുന്ന വാതിൽ തുറക്കുന്ന വാതിൽ അടക്കമുള്ള പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ളത് നിലവിലിരിക്കുന്ന സാമൂഹ്യ അവസ്ഥയെ പരിവർത്തിപ്പിക്കാനുള്ള ഉപകരണമായി പ്രയോജനപ്പെടുത്തണമെന്ന് യതിയെ ഉദ്ധരിച്ചുകൊണ്ടാണ്, യതിയെ അടക്കം ഉദ്ധരിച്ചുകൊണ്ട് ആ പാരഗ്രാഫ് ആരംഭിക്കുകയും ആ പാരഗ്രാഫ് അവസാനിപ്പിക്കുന്നത് അത്തരത്തിലാണെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം പ്രാദേശികം കൂടിയാകണം. നടരാജഗുരു മുന്നോട്ട് വയ്ക്കുന്ന ഏകാത്മക വിദ്യാഭ്യാസം എന്നുള്ള മഹത്തായ ദർശനത്തെ നിത്യചൈതന്യതി റീഡിഫൈൻ ചെയ്യുമ്പോൾ, പുനർനിർവചിക്കുമ്പോൾ അത് ചെറുതിനെ ഫോക്കസ് ചെയ്യുക എന്നുള്ളത് നമ്മൾ പുതിയ കാലത്ത് ഷൂമാക്കറുടെ ചെറുതല്ല, അത് ഷൂമാക്കർ മുന്നോട്ട് വയ്ക്കുന്ന ചെറുതല്ല, അത് മറിച്ച് ചെറുതുകളുടെ ഏറ്റവും പരിമിതമായ ചെറിയ സ്പേസിൽ പോലും ഒരു പരിവർത്തന സാധ്യതയുണ്ടെന്നും അവിടെ ഉറച്ചു നിൽക്കുക എന്നും അവിടെ തന്നെ പരിവർത്തനത്തെക്കുറിച്ചുള്ള നിലവിലുള്ള അവസ്ഥയെ മാറ്റിയെടുക്കാനുള്ള, അല്ലെങ്കിൽ ആ അവസ്ഥയിൽ നിന്ന് മറ്റൊരു ഗുണപരമായ അവസ്ഥയിലേക്ക് മാറ്റാനുള്ളതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. സാമൂഹ്യ അവസ്ഥയെക്കുറിച്ച്, ഇന്ത്യൻ സാമൂഹ്യ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുന്നതിന് തൊട്ട് മുമ്പാണ് അദ്ദേഹം ഈ ചർച്ച മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ തുടർച്ചയിലാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്, തുടർ പ്രക്രിയയാണ്. അത് തുടർ പ്രക്രിയ ആയിരിക്കുന്നത് എന്തെന്നാൽ അത് തീർച്ചയായിട്ടും കേംബ്രിഡ്ജിൽ പോയ ഒരു അനുഭവത്തെക്കുറിച്ചാണ്. ലോകത്തെ ഇത്രയും മഹാസർവകലാശാലകൾ കണ്ടത് എനിക്ക് തോന്നുന്നു ടാഗോറോ ഒന്നും ഇത്രയധികം കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എത്രയോ അധികം ഇംഗ്ലണ്ടിൽ പോയ മഹാമനീഷി ആരെന്ന ചോദ്യത്തിന് ഇപ്പോഴും നമ്മുടെ മുമ്പിൽ ഒരേ ഒരു ഉത്തരവ് ഇതേ ഉള്ളൂ. ടാഗോർ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. മൈക്കിൾ മധുസൂദന ദത്തുമായിട്ട് ഇന്ത്യയിൽ വെച്ചുള്ള എല്ലാ സംവാദത്തിനും അപ്പുറം വെളിയിൽ വെച്ച് നടന്ന സംവാദത്തെക്കുറിച്ച് ഒക്കെ നമ്മളിപ്പോൾ നല്ലോണം വായിക്കുകയും, പ്രത്യേകിച്ച് ഭാഷയെ, അതിൻ്റെ ആഴത്തിലേക്ക് പോകുന്നുണ്ട്, അത് പറയേണ്ടതുണ്ട്, അതിലേക്ക് പിന്നെ വരാം. അപ്പോൾ ഭാഷയെ സംബന്ധിച്ച ചർച്ചയൊക്കെ നമ്മളറിയാം, പിന്നീട് നമ്മൾ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. യൂണിവേഴ്സിറ്റികളിൽ പോയിട്ട് അദ്ദേഹത്തെ വിഭ്രമിപ്പിച്ച, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് കേംബ്രിഡ്ജിലെ അനുഭവമാണെന്ന് പറയുകയും അവിടെ നിന്നുകൊണ്ട് വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള മറ്റൊരു ചർച്ച തുറന്നു വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. വിദ്യാഭ്യാസം തുടർ പ്രക്രിയ എന്ന് പറയുക മാത്രമല്ല, അദ്ദേഹം എഴുതുന്നത് ആജീവനാന്ത വിദ്യാഭ്യാസം എന്നുള്ളതാണ്. വിദ്യാഭ്യാസ പ്രക്രിയ മരണത്തിന് തൊട്ട് മുന്നേ, അത് അവസാനിപ്പിക്കുന്ന വാചകം ഇങ്ങനെ ഉള്ളിൽ കൊള്ളുകയാണ്. മരണത്തെപ്പോലും അതൊരു സ്വാഭാവിക പ്രക്രിയയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്കൊക്കെ അനിവാര്യമായ, എല്ലാവരുടെ ജീവിതത്തിലും അനിവാര്യമായ ഒരു സാധ്യതയുടെ മുനമ്പാണ് എന്ന് വിചാരിച്ചുകൊണ്ട്, സാധ്യത എന്ന വാക്ക് അപ്പടി തന്നെ ഉപയോഗിക്കുന്നു, അതും ഒരു സാധ്യത തന്നെയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് അതിനെ ഏറ്റവും സാന്ദ്രമായും ലളിതമായും സന്തോഷത്തോടെയും തൃപ്തിയോടെയും വരവേൽക്കാൻ കഴിയുന്നത് വരെയുള്ള പ്രക്രിയയാണ് വിദ്യാഭ്യാസം എന്ന് അദ്ദേഹം ആജീവനാന്ത വിദ്യാഭ്യാസം എന്നന്ന് പറയുകയും, ഇപ്പോൾ ഞങ്ങളെയൊക്കെ വകുപ്പടക്കം പറയുന്നത് ആജീവനാന്ത വിദ്യാഭ്യാസം പറയേണ്ട, ആജീവന വിദ്യാഭ്യാസം മതി, അങ്ങോളമുള്ള വിദ്യാഭ്യാസം മതി എന്നുള്ളത് പുതിയ വാക്കിനെ നല്ലോണം കയറി പിടിച്ചിട്ടുള്ള ആളാണ്, നമുക്കറിയാമല്ലോ. വാക്കിനെ ഇത്ര സൂക്ഷ്മതയിൽ അന്വേഷിച്ച മഹാകവികൾക്ക് ശേഷം, അതുകൊണ്ടാണ് വിജയലക്ഷ്മിയുടെ കവിത അദ്ദേഹത്തിന് അത്രയും പദ്യമായത് എന്ന് ഞാൻ കരുതുന്നു. ആശാന പദ്യമായതുപോലെ വിജയലക്ഷ്മിയുടെ വരികൾ അദ്ദേഹത്തിന് അത്രയേറെ പദ്യമാകുന്നതും അതുകൊണ്ടാണ്. മൃഗശിക്ഷകൻ മാത്രമല്ല, അത് വാക്കിൻ്റെ ശിക്ഷകനും വാക്കിൻ്റെയും വരകളുടെയും വർണ്ണങ്ങളുടെയും ശിക്ഷകൻ കൂടിയാണെന്ന് മലയാളിയെ എഴുത്ത് വഴിയിൽ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന, ഒരുപക്ഷെ ഒരർത്ഥത്തിലൊരു യതിജീവിതം, ഒരു സന്യാസി ജീവിതം കൂടിയുള്ള വിജയലക്ഷ്മി, അങ്ങനെ പറയാൻ കൂടിയാണ് ഇഷ്ടം. അത്രയേറെ ഇങ്ങനെ സമർപ്പിതമായിട്ട്, വാക്കിൽ സമർപ്പിതമായിട്ട്, അതുപോലെ എന്നുള്ളതല്ല, അതുപോലെ പറയേണ്ടതുമില്ല, മറിച്ച് ഇങ്ങനെ വാക്കിൽ സമർപ്പിച്ചിട്ടുള്ള ഒരാളാണ് നിത്യചൈതന്യ. അങ്ങനെ ഒരാൾക്ക് മാത്രമേ വിദ്യാഭ്യാസത്തെക്കുറിച്ചും ഇത്ര ആഴത്തിൽ പോകാൻ കഴിയൂ എന്നുകൂടി കരുതിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ വിദ്യയിലിരിക്കുന്ന ജ്ഞാനത്തെ സ്വന്തം കഴിവുകൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ ഈ അവസ്ഥയെ, അവരവരുടെ ആ അവസ്ഥയെ മറയെടുക്കണമെങ്കിൽ സ്വന്തം കഴിവുകൊണ്ട് വേറൊരവസ്ഥയിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് വിജ്ഞാനമാവുകയും അതൊരു നിർവചനമായിട്ട് വാസ്തവത്തിൽ എല്ലാ വിദ്യാഭ്യാസ രേഖകളുടെയും ആമുഖമായി എഴുതി ചേർക്കേണ്ട ഒന്നാണ് ഇത് എന്ന് ഞാൻ ഇപ്പോൾ
കരുതുന്നു. നമ്മളൊക്കെ പലതരം നയരേഖകൾ തയ്യാറാക്കുമ്പോൾ നമുക്കൊക്കെ വിട്ടുപോയ ഒന്ന്, ഇതിൻ്റെയൊക്കെ ചേരുവകൾ എവിടെയൊക്കെ ഉണ്ട്. പക്ഷേ ഈ ചേരുവ ഇപ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. കാരണം UK പോകാനായിട്ട് പലതരം രേഖകൾക്ക് ഒപ്പിടാനായിട്ട് എൻ്റെ അടുത്ത് വരുന്ന കുഞ്ഞുങ്ങൾ ദൈനംദിനം എത്രയെന്ന് കണക്കില്ല. പഴയ സർവകലാശാല കോളേജ് അധ്യാപിക എന്ന നിലയിൽ മാത്രമല്ല, എനിക്കൊന്ന് മാഷക്ക് മനസ്സിലാവുന്നുണ്ടാവും. കുട്ടികൾ നമ്മളെ അടുത്ത് വരികയാണ്, റെക്കമെൻഡേഷൻ, നമ്മുടെയൊക്കെ പേര് വെച്ചിട്ടാണ് അവർ ഈ പോക്കിനൊരു പേരുകൾ വേണമെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഒപ്പം എവിടെ നിന്നാണ് എളുപ്പം ലോൺ കിട്ടുക എന്ന് അന്വേഷിക്കാൻ, എവിടേക്ക് പോയാലാണ് എളുപ്പം തൊഴിൽ കിട്ടുക എന്ന് അറിയാൻ ഇങ്ങനെ പോകുന്ന കുഞ്ഞുങ്ങൾ ഒരു നേരത്തെ അന്നവുമായി ഒരു കുടിസുമുറിയിൽ ഞങ്ങളൊക്കെ എഴുതുമ്പോഴും പറയുമ്പോഴും പറയാറുണ്ട്, നമ്മുടെ തൊഴിൽ മേഖല എത്രമാത്രം കേരളത്തിൽ ഈ സ്ത്രീവിരുദ്ധതയെക്കുറിച്ചൊക്കെ പറയുമ്പോഴാണ് നമ്മൾ പറയാറ്. അതിലേക്ക് വരാം. അങ്ങനെ ഒരു മുറിയിൽ അടച്ചിടപ്പെട്ട ആളുകൾ ഈ എറണാകുളം മഹാനഗരത്തിൽ പോലും പലപ്പോഴും പല വമ്പൻ ടെക്സ്റ്റൈൽ ഷോപ്പുകളിലും പണിയെടുക്കുന്ന പെൺകിടാങ്ങളുടെ അടക്കം ജീവിതം നമ്മളൊക്കെ നേരിട്ടും അല്ലാതെയൊക്കെ നമ്മുടെ അനുഭവത്തിൽ പോയി പറയാറുണ്ട്. ഒറ്റ കുടിസുമുറിയിൽ 30 പേര് കിടക്കുന്ന ഇടം എനിക്കറിയാം, എനിക്ക് നേരിട്ടറിയാം, കണ്ടിട്ടുണ്ട് നമ്മൾ. ഇതിലും പരിതാപകരമാണ് ഇപ്പോൾ നമ്മുടെ ഈ പോകുന്ന കുഞ്ഞുങ്ങളുടെ അവിടുത്തെ ഒരു ജീവിതാവസ്ഥ എന്നുള്ളത് കത്തുകളിലൂടെ അവരുടെ വിളിക്കുമ്പോഴൊക്കെ നമ്മൾ കേൾക്കുകയാണ്. അങ്ങനെയൊക്കെ ഓടിപ്പോകുന്നിടത്ത് എന്തുകൊണ്ടാണ് നമുക്ക് ഇവിടെ തൊഴിലെടുത്ത് നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യം എന്ന് സൂക്ഷ്മമായിട്ട് ആലോചിക്കാൻ ഈ നിർവചനം, ചെറിയ നിർവചനമാണ്, ഈ നിർവചനം ഒന്നുകൂടി ആവർത്തിച്ച് ഉറപ്പിക്കേണ്ടതുണ്ട് എന്ന് കരുതുന്നു. ഞാൻ വീണ്ടും ചില വിദ്യാഭ്യാസ രേഖകളിലേക്ക് വരികയാണ്. വിദ്യാഭ്യാസ രേഖകളിലൊക്കെ തന്നെ 3 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള വലിയൊരു വിദ്യാഭ്യാസ മാറ്റത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ എങ്ങനെയാണ് ഒരു കുഞ്ഞിൻ്റെ ഗർഭസ്ഥ ശിശു മുതൽ കേരളം നമ്മൾ സാമൂഹ്യ സുരക്ഷാ പദ്ധതിയൊക്കെ വെച്ചുകൊണ്ട് ഗർഭിണിക്ക് മരുന്നുകളൊക്കെ കൊടുക്കും, വീടാന്തരം കൊണ്ടുവന്ന് നമ്മൾ ആശാവർക്കർമാരെ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിനപ്പുറത്തേക്ക് എന്നാൽ അവിടെ കേട്ടില്ലെങ്കിൽ വേറെ പലരും കൊണ്ടുപോകും ഗർഭിണിയെ. സൽപുത്രൻ ഉണ്ടാവാൻ പഠിപ്പിക്കുന്നിടത്തൊക്കെ നമ്മൾ പോകുന്നുണ്ടല്ലോ, അങ്ങനെയാണല്ലോ. സൽപുത്രിയില്ല അവിടെ, സൽപുത്രി പോയിട്ട് പുത്രിയില്ല, സൽപുത്രനെ ഉണ്ടാവുള്ളൂ. അതവിടെ നിൽക്കട്ടെ. പക്ഷേ നമ്മൾ കാണേണ്ടത് അദ്ദേഹം 3 വയസ്സ് തൊട്ട് 22 വയസ്സ് വരെയുള്ള ഈ വിദ്യാർത്ഥി കാലത്ത്, വിദ്യാർത്ഥിയല്ല, ഒരു കുഞ്ഞ്, നേരത്തെ പറഞ്ഞ രാജ്യവും കുഞ്ഞും വൈരുദ്ധ്യത്തിലല്ല നിൽക്കുന്നത്. എന്നാൽ ഒരു രാജ്യത്തെ പൗരനെന്നോ നിലയിൽ ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞും രാജ്യം എന്ന മഹാ ആശയവും അതിസൂക്ഷ്മമായി ദാർശനികമായിട്ട് വിലയിരുത്തിക്കൊണ്ട്, വൈരുദ്ധ്യാത്മകതയിൽ നിർത്തിക്കൊണ്ട് തന്നെ വിലയിരുത്തിക്കൊണ്ട് പടിയായിട്ട് എങ്ങനെയാണ് ഒന്നും അറിഞ്ഞുകൂടാത്ത കുഞ്ഞിനെ നമ്മളെല്ലാം പഠിപ്പിക്കുന്നു എന്ന് നമ്മൾ എഴുതിയിരിക്കുന്ന എല്ലാ തെറ്റിദ്ധാരണകളെയും മാറ്റുന്ന തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം സൂക്ഷ്മതയിലേക്ക് പോകുന്നില്ല. അങ്ങനെ ഒരു കുഞ്ഞ് നമ്മൾ കൊടുക്കുന്ന പാവയടക്കം ഏറ്റവും കൂടുതൽ മനുഷ്യവിരുദ്ധമായ ആശയങ്ങൾ നമ്മൾ വാങ്ങിക്കൊടുക്കുന്ന പാവകൾ തന്നെയാണ്. ഏറ്റവും വേഗത്തിൽ ഓടുന്ന റിമോട്ട് വണ്ടിയാണ് നമ്മൾ കുഞ്ഞിൻ്റെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുന്നത്. അത് മുട്ടിച്ചിട്ട് അടുത്ത വേറൊരു വണ്ടിയെ മുട്ടിച്ചിട്ട് അപകടമുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് ആദ്യം തന്നെ കുഞ്ഞ് പഠിക്കുന്നു. തോക്കിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു തോന്നുന്നു. തോക്കിനപ്പുറത്തേക്ക് റിമോട്ട് വെച്ചിട്ട് ബോംബേർ എങ്ങനെയാണ് പഠിപ്പിക്കുന്നതെന്ന് കുഞ്ഞുങ്ങൾ പഠിക്കുകയാണ്. പെൺകുട്ടികൾക്കാണെങ്കിൽ പാവകളെ മാത്രം, അണിഞ്ഞൊരുങ്ങുന്ന പാവകളെ മാത്രയും ഒക്കെ നമ്മൾ കൊടുക്കുന്നു എന്നുള്ളതൊക്കെ ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നുമില്ല. പക്ഷേ അദ്ദേഹം പറയുന്നത് 3, 5, 6, 8, 13, 16, 17, 20 ഈ വയസ്സുകളുടെ ഈ ഖണ്ഡങ്ങളിൽ സംഭവിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ വളർച്ചയുടെ ഘട്ടത്തിൽ അത് കൈകാര്യം ചെയ്യുന്ന അധ്യാപകനാവാൻ ആഗ്രഹിക്കുന്നവർ എന്ത് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. എല്ലാവരും അധ്യാപകരാകരുത്. എൻ്റെ വീട്ടിലൊരു അധ്യാപകൻ, അച്ഛൻ്റെ അനുജനായിട്ടുള്ള ഡോക്ടർ CR സോമൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കെ വീണ് മരിച്ചുപോയൊരു മനുഷ്യൻ, അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. നമ്മളോടൊക്കെ പറയും, ഞാനും ആദ്യം അധ്യാപികയാകാൻ മോഹിച്ച ആളല്ല, വേറെ ചില മോഹങ്ങളിൽ നിന്ന് ശേഷം ഇങ്ങോട്ട് വന്ന ആളാണ്. അപ്പോൾ നമ്മളോട് പറയും, അധ്യാപകരാകാൻ മോഹിക്കുന്നെങ്കിൽ 2 കാര്യം ഉറപ്പിച്ചോണം. നല്ലോണം നിരന്തരം പഠിക്കാൻ തയ്യാറായിക്കോണം. 2, നിരന്തരം പഠിക്കാനും ആ പഠിച്ചതിൻ്റെ വെളിച്ചത്തിൽ, പഠിച്ചത് കക്കി വയ്ക്കാനല്ല, അദ്ദേഹം പറയുന്ന വാക്ക് അങ്ങനെയാണ്, ഛർദ്ദിക്കുക എന്നുള്ളതിന് അദ്ദേഹം പറയുന്നത് പഠിച്ചത് കക്കി വയ്ക്കാനല്ല, പഠിച്ചത് അവരവരുടെ ജീവിതാനുഭവങ്ങളെ. ഇപ്പോൾ എനിക്കത് നല്ല ബോധ്യമാണ്. 57 വയസ്സാകുമ്പോൾ നല്ല ബോധ്യമാണ്. അവരവരുടെ ജീവിതാനുഭവങ്ങളിലും അവരവർ കാണുന്ന ജീവിതാനുഭവങ്ങളിലും ഉരച്ചു നോക്കിയിട്ട്, ടച്ച് സ്റ്റോൺ ഉരച്ചു നോക്കി അത് കുഞ്ഞുങ്ങൾക്ക് വല്ല ഗുണവും ചെയ്യുമെങ്കിൽ മാത്രം, കുട്ടികൾക്ക് വേണമെങ്കിൽ മാത്രം കൊടുക്കാൻ തയ്യാറാവുക, അത് നിരന്തരം കൊടുക്കാൻ തയ്യാറാവുകയും ചെയ്യണം. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് കൈപ്പിഴ പറ്റിയാൽ, ഒരു ഡോക്ടർക്ക് കൈപ്പിഴ പറ്റിയാൽ ഒരു രോഗിയും ആ ചുറ്റുവട്ടത്തുള്ളവരും അനുഭവിക്കുള്ളൂ, അദ്ദേഹത്തിന് ചുറ്റുവട്ടത്തുള്ളവർ അനുഭവിക്കുള്ളൂ. നഷ്ടമൊന്നുമല്ല, ഒരാൾ നഷ്ടപ്പെട്ടാൽ നഷ്ടം തന്നെയാണ്. പക്ഷേ നല്ല മാഷന്മാർക്കോ ടീച്ചർമാർക്കോ ഒക്കെ തെറ്റ് പറ്റിയാൽ, കുഴപ്പം പറ്റിയാൽ തലമുറ തന്നെ ഇല്ലാതാണ്.
അതുകൊണ്ടൊരു തലമുറ ഇല്ലാതാക്കണോ വേണ്ട എന്ന് ആലോചിച്ചിട്ടേ മാഷന്മാരാവാൻ ടീച്ചർമാരാകാൻ തയ്യാറാകാവൂ എന്ന് പറഞ്ഞതാണ് ഇദ്ദേഹം അവസാനിപ്പിക്കുന്നത്. മനഃശാസ്ത്രപരമായി, ശരീരശാസ്ത്രപരമായി, ദർശനപരമായി, ശിക്ഷണശാസ്ത്രപരമായി ഒരാൾ എത്രമാത്രം എക്യുപ്ഡ് ആയിരിക്കണം എന്നുള്ളതിലാണ് ഈ ഏജ് ഖണ്ഡങ്ങളെ. ഞാൻ അതിൽ വേറൊരു ഭാഗത്തേക്ക് കിടക്കുകയാണ്. ഈ 13-16 പ്രായം ഇപ്പോൾ കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ എത്തുന്ന കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്യുന്ന അധ്യാപകർ, ഇപ്പോൾ SCRT കരിക്കുലം പരിഷ്കരണത്തിൻ്റെ രംഗത്താണ്. ഞാൻ എൻ്റെ എക്സിക്യൂട്ടീവിലുള്ളതുകൊണ്ട് മാഷന്മാർ പറയുന്ന ചോദ്യങ്ങൾ, മാഷന്മാർ പറയുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ദൈനംദിനം കേൾക്കുകയാണ് നമ്മൾ. ഈ കുട്ടികളെ കൈകാര്യം ചെയ്യാൻ പറ്റില്ല, ഒക്കെ വഴി തെറ്റിപ്പോയിരിക്കുന്നു, ഒക്കെ ഇങ്ങനെയൊന്നും നേരെയാക്കാൻ പറ്റില്ല, ഇതിനൊന്നും ഇനി നേരെയാക്കാൻ പറ്റത്തില്ല, എന്തൊക്കെയാണ് ഈ കുട്ടികൾ കാട്ടിക്കൂട്ടുന്നത് എന്നാണ് പറയുന്നത്. കുട്ടികൾക്കിടെ ഓർമ്മ ഒരു പ്രധാന വിഷയമാണല്ലോ. പരീക്ഷ പിശാചാണെന്ന് അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട്. പരീക്ഷ എങ്ങനെ പിശാചാകാതിരിക്കണമെന്നും യതി നമ്മളോട് പറയുന്നുണ്ട് വിദ്യാഭ്യാസ പ്രക്രിയയിൽ. അതിനെ തുടർന്ന് ഓർമ്മകളെക്കുറിച്ച് പറയുമ്പോൾ ഓർമ്മ എങ്ങനെയാണ് ഈ ടീനേജിൻ്റെ കൗമാരപ്രായത്തിലെ കുഞ്ഞുങ്ങളുടെ ഓർമ്മയെ സംബന്ധിച്ച വിശദീകരണത്തിലേക്ക് പോകുമ്പോൾ ആ കുട്ടികളുടെ ഈ പ്രായത്തിൽ ഉണ്ടാകുന്ന സെക്ഷുവാലിറ്റിയുമായി ബന്ധപ്പെട്ട ചോദനകളെക്കുറിച്ചുള്ള സൂക്ഷ്മതയിലേക്ക് ഒരു പക്ഷേ നമ്മുടെ എത്ര കരിക്കുലം കമ്മിറ്റി, എത്ര ആളുകൾ ആലോചിക്കുന്നു എന്നുള്ളത് കരിക്കുലം പരിഷ്കരണത്തിന് കേരളത്തിലെ വിദ്യാർത്ഥികളുമായും പൊതുസമൂഹവുമായും നടത്തിയ ചർച്ചയിൽ 7 ജില്ലകളിൽ പങ്കെടുക്കുമ്പോൾ ഒരൊറ്റ കാര്യത്തിലാണ് തർക്കം ഉണ്ടായത്, ജെൻഡർ എന്ന വാക്കിനെ സംബന്ധിച്ച്. ആ വാക്ക് യതി ഉപയോഗിക്കുന്നില്ല. ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ മലയാളം പ്രസിദ്ധീകരണങ്ങളിലൊന്നും തന്നെ ആ വാക്കല്ല ഉപയോഗിക്കുന്നത്. ലൈംഗികതയെ സംബന്ധിച്ചും ലിംഗപരമായ ആശയങ്ങളെക്കുറിച്ചും മലയാള ലേഖനങ്ങളിൽ നമ്മൾ നേരിട്ട് അങ്ങനെയാണ് വായിക്കുന്നത്. ഒരു പക്ഷേ ആ ലിംഗപദവി എന്നോ സെക്സ് ലിംഗപദവി എന്നുള്ള ഈ 2 ആശയത്തെ മാറ്റി നിർത്തിക്കൊണ്ട് എങ്ങനെയാണ് ഈ പ്രായത്തിലെ കുഞ്ഞുങ്ങളുടെ ഓർമ്മ പോലും, അത് ഗണിതം എന്തുകൊണ്ടാണ് വൈകാരികമല്ലാത്തത്, ഗണിതത്തിൽ തീർച്ചയായിട്ടും വൈചാരികാംശം കൂടുതലാണെന്നും അതുകൊണ്ട് ഈ പ്രായത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും കൂടുതൽ ഞാൻ അപ്പോഴാണ് ആലോചിക്കുന്നത്, നമ്മളെയൊക്കെ തന്നെ തിരിച്ചൊന്ന് നോക്കിയാൽ, ഇപ്പം ഞാൻ ഒരു സാമാന്യ 7ാം ക്ലാസ് വരെയൊക്കെ നല്ലോണം കണക്ക് പഠിച്ച ആളാണ്, അത്യാവശ്യം കണക്കിന് മാർക്ക് വാങ്ങുന്ന ആളാണ്. ഒരു 8, 9, 10 ക്ലാസ് എത്തിയപ്പോഴത്തേക്ക് കണക്ക് ഭയങ്കര, ഗണിത മേഖല, ഈ വീട്ടിൽ അധ്യാപകരായിരിക്കുന്ന അച്ഛനും അമ്മയും അപ്പനും അമ്മയൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ഈ പഠന പ്രക്രിയ കുറച്ച് എളുപ്പവും അതേസമയം തന്നെ ഒരു ഭീഷണി ഉണ്ടല്ലോ, അങ്ങനെയുണ്ടല്ലോ നമുക്ക്. അപ്പോൾ എനിക്കടക്കം ഒരുപാട് എൻ്റെ കൂട്ടുകാരടക്കം പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു ഘട്ടം എത്തിയപ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലും കണക്കിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന് പറയുന്ന നമ്മൾ ധാരാളം പേരുണ്ട്. നമ്മളൊക്കെ തന്നെ അവരവരെ ഒന്ന് ആലോചിച്ചാൽ എങ്ങനെയെങ്കിലും കണക്കിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് സയൻസ് പഠിക്കാൻ പോകുന്നു, എക്കണോമിക്സ് പഠിക്കാൻ പോകുന്നു, മറ്റൊരു വിഷയങ്ങൾ പഠിക്കാൻ പോകുന്നുള്ളതിൻ്റെ സൂക്ഷ്മലതയിലേക്ക് 3 വാചകമേ എഴുതി വെച്ചിട്ടുള്ളൂ. അവിടെ ഓർമ്മയെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ 3 വാചകമേ ഈ പ്രായത്തിലെ നമ്മുടെ വൈകാരികാംശത്തിലുണ്ടാകുന്ന മാറ്റവും ലൈംഗിക ചോദനകളിലേക്ക്, അത്തരം ഇൻസ്റ്റിങ്സിൻ്റെ നിയന്ത്രണവും ഒക്കെ എങ്ങനെയാണ് ആ ഏജിലെ ഒരു കുഞ്ഞാണല്ലോ, ഒരു കുട്ടിയാണല്ലോ, അതിൻ്റെ ആന്തരലോകത്തെ മുഴുവൻ മാറ്റിമറിക്കുന്നത് എന്ന് കാണാതെ അവരെ ശിക്ഷിക്കുന്ന അധ്യാപകരും, അവരെ നേരത്തെ പറഞ്ഞതുപോലെ വേറെ വാക്കുകളൊക്കെ ആണല്ലോ അത്തരം കുഞ്ഞുങ്ങളെ ഉപയോഗിക്കുന്നത് നമ്മൾ. ആ കുഞ്ഞുങ്ങളെ അങ്ങനെയൊക്കെ പരാമർശിച്ച് നിത്യമായിട്ട് പ്രശ്നക്കാരാക്കി മാറ്റുകയും ഒക്കെ ചെയ്യുന്നത് വളരെ സൂക്ഷ്മതയിൽ. കൗമാരക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കമ്മീഷൻ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. സർക്കാർ കമ്മീഷൻ ഉണ്ടാക്കുകയോ അതിന് കമ്മീഷന് പൈസ കൊടുക്കുകയോ കമ്മീഷൻ റിപ്പോർട്ട് മേടിച്ച് ചട്ടത്ത് വയ്ക്കുകയോ ചെയ്തിട്ട് കാര്യമില്ല. മറിച്ച് ഇതിൻ്റെ സൂക്ഷ്മതയിലേക്ക് പോകാൻ ഒരേ സമയം യതി നമ്മളോട് പറഞ്ഞ ഈ സമ്യക്കായൊരു ദർശനവും ഒരു സമഗ്രമായൊരു വിദ്യാഭ്യാസ പരിഷ്കാരവും അടിയന്തരമായിട്ട് ആവശ്യമാണെന്ന് ഈ വായനയിലും സൂക്ഷ്മതയിൽ നമ്മളോട് പറയുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ ക്ലാസ് മുറിയിൽ നമ്മൾ കാണുന്നത് എന്നുള്ളത് ദീർഘദർശനത്തിൽ അദ്ദേഹം ചില അനുഭവങ്ങളിലേക്കാണ്, ഈ പറഞ്ഞ മാതിരി ഒരുപാട് അനുഭവങ്ങളിലൂടെയാണ് പുസ്തകം പോകുന്നത്. ഡെഡ് പോയറ്റ് സൊസൈറ്റി എന്ന് പറയുന്ന സിനിമ കണ്ട അനുഭവം നമ്മുടെ മുമ്പിലേക്ക് വയ്ക്കുന്നു. നമ്മളെ പഴയ കോബിയോഷി മാസ്റ്ററെ പോലെ, ടെസുക്കോ കുറയോനൊഗിയുടെ ടോട്ടോച്ചാൻ അതിനകത്തെ മാഷെ പോലെ, തീവണ്ടി ക്ലാസ് മുറിയിൽ ഇരുന്നൊരു മാഷെ പോലെ ഈ സിനിമയിൽ ഒരു മാഷുണ്ട്. മാഷ് തീരുമാനിക്കുന്നു കുഞ്ഞിനെ വളരാൻ അനുവദിക്കുന്ന, കുഞ്ഞുങ്ങളെ വളരാൻ വിടുന്ന രക്ഷാകർത്താക്കളും കുഞ്ഞുങ്ങളെ ജീവിക്കാൻ വിടുന്ന അധ്യാപകരും വളരെ കുറവാണെന്ന് നമ്മൾ ഓരോരുത്തരും അധ്യാപകരായിട്ടുള്ള സ്വയം പരിശോധിക്കുന്ന 100 കാര്യങ്ങൾ എഴുതുന്നുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. മറിച്ച് ഈ സിനിമയിൽ അങ്ങനെ ഒരു അധ്യാപകൻ മാനേജ്മെൻറ്റിൻ്റെ കർശന നിർദ്ദേശങ്ങൾ പാലിക്കാതെ കുട്ടികളെ സ്വതന്ത്രരായിട്ട് വിടാൻ, കുട്ടികളെ കവിത എഴുതുന്നവരെ കവിത എഴുതാൻ അനുവദിക്കുന്നതായിട്ട് അദ്ദേഹം കണ്ട സിനിമയെക്കുറിച്ച് പറയുന്നുണ്ട്. സ്വാഭാവികമെന്നോണം മാഷ് സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു.
അപ്പോൾ കവിത എഴുതുകയും ആ കവിതയുമായി പുറലോകത്തേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്ത വിദ്യാർത്ഥി സ്വയം വെടിവെച്ച് മരിക്കുന്നു. അതാണ് ആ സിനിമ. അതുകൊണ്ടാണ് ഡെഡ് പോയറ്റ് സൊസൈറ്റി, നമ്മുടെ സൊസൈറ്റി എങ്ങനെയാണ് കവിയെ കൊല്ലുന്നത് എന്ന്, കവികളും കലാകാരന്മാരും എങ്ങനെയാണ് സമാന്തര വിദ്യാഭ്യാസത്തിൽ ഗുരുനാഥകളായിട്ട് മാറുന്നത് എന്ന് അദ്ദേഹം തുടർച്ചയിൽ എഴുതുന്നുണ്ട്. അവിടെ നിൽക്കട്ടെ, ഈ അനുഭവത്തിൽ നിന്ന് വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ സ്കൂൾ അനുഭവത്തിലേക്ക് പോകുന്നുണ്ട്. എദിയുടെ സ്കൂൾ അനുഭവത്തിൽ നിന്ന് രണ്ട് ഉദാഹരണങ്ങളാണ് നമ്മുടെ മുമ്പിൽ അദ്ദേഹം എഴുത്തിൽ ഇതിൽ മാത്രം, അല്ലാതെ നമ്മൾ ധാരാളം ലേഖനങ്ങൾ വായിക്കുന്നുണ്ട്. രാമയ്യർ എന്ന അധ്യാപകനും രാമസ്വാമി എന്ന അധ്യാപകനും. രാമസ്വാമി എന്ന അധ്യാപകൻ ക്ലാസ്സിലേക്ക് വരികയും മാത്സ് അധ്യാപകനാണ്. കൊട്ടാരക്കര ഹൈസ്കൂളിലെ അന്നത്തെ 4th, നമുക്കറിയാമല്ലോ 4th, അന്നത്തെ 1st, 2nd, 3rd, 4th ഗണിതാധ്യാപകൻ ക്ലാസ്സിലേക്ക് വരുന്നു. പക്ഷെ അദ്ദേഹം എദിയുടെ എഴുത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ കാണുന്നത്, ഈ അനുഭവം പറയാൻ അദ്ദേഹം ആദ്യം എഴുതുന്നത് രാമയ്യർ സാർ ക്ലാസ്സിൽ നിന്ന് പോയിട്ടേ ഉള്ളൂ എന്നാണ്. അദ്ദേഹത്തിന് മാത്രമല്ല, ഒരുപക്ഷെ ആ സ്കൂളിലെ ഹിസ്റ്ററി പഠിക്കുന്ന, ചരിത്രം പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഇഷ്ടമുള്ള രാമയ്യർ ക്ലാസ്സിൽ നിന്ന് പോയിട്ടേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഹാങ് ഓവറിലാണ് എഴുതി തുടങ്ങുന്നത്. നമുക്കൊക്കെ പലപ്പോഴും എഴുതുമ്പോൾ ഏറ്റവും ക്രൂരമായ യാഥാർത്ഥ്യങ്ങൾ, ഏറ്റവും ക്രൂരമായ സത്യങ്ങൾ, ഏറ്റവും ക്രൂരമായ അനുഭവങ്ങൾ നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോൾ അതിലേറെ ക്രൂരമായ വാക്കുകൾ ഉപയോഗിക്കുന്നു എന്ന് പുതിയ കാലത്ത് വൃത്തത്തെ ഒക്കെ ഭേദിച്ചുകൊണ്ട് എഴുതുന്ന ആളുകൾ പറയും. ഞങ്ങളിങ്ങനെ ക്രൂരമായ കാര്യങ്ങൾ അതിക്രൂരമായ വാക്കുകൊണ്ടേ പറയൂ. നമുക്കറിയാമല്ലോ, നമ്മുടെ സാഹിത്യത്തിലെ വന്ന മാറ്റത്തിൻ്റെ ഒരു ഘട്ടത്തിൽ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അത് തെറ്റൊന്നുമല്ല പറയുന്നത്, മറിച്ച് അതൊരു കാലത്തിൻ്റെ എഴുത്തായിരുന്നു. അവിടെ നിൽക്കട്ടെ. അപ്പോൾ അങ്ങനെ പറയാതെ ഒരു ഏറ്റവും ക്ലേശമുള്ള ഒരു അനുഭവത്തെക്കുറിച്ച്, അതിന് തൊട്ട് മുന്നേ ഉള്ള ഏറ്റവും മനോഹരമായ അനുഭവത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അതിന് ശേഷമുള്ള ഏറ്റവും മനോഹരമായ അനുഭവത്തെക്കുറിച്ചോ എഴുതുകയോ പറയുകയോ ചെയ്യുക എന്നുള്ളത് വിദ്യാഭ്യാസ പ്രവർത്തകർ പാലിക്കേണ്ട അടിസ്ഥാന പാഠമാണ് എന്ന് മറ്റു ലേഖനങ്ങളിൽ ഈ സമീപനം സ്വീകരിക്കാത്ത, അങ്ങനെ ഒരു നറേറ്റീവ് കണ്ടുവരാത്ത എദിയുടെ ഈ എഴുത്തിൽ ഉടനീളം കാണാം നമുക്കത്. ഇപ്പോൾ രാമയ്യർ സാറ് വന്നു പോയിട്ടേ ഉള്ളൂ. സ്കൂളിലെ മൊത്തം കുട്ടികൾക്ക് മാത്രമല്ല, ഞങ്ങൾക്കും എല്ലാം അപൂർവമായ അനുഭവമായിരുന്നു. കുത്ത്. പക്ഷെ അദ്ദേഹം പോകുന്നതിന് മുമ്പ് രാമസ്വാമി സാറായിരുന്നു. രാമസ്വാമി വായിച്ചിട്ടവർക്ക് ഓർമ്മയുണ്ടാവും. രാമസ്വാമി പ്ലസ് ഒരു വര കണക്ക്, ഒരു വര കഴുത, ആണ് ഇക്വേഷൻ. എദിക്ക് ഇക്വേഷൻ രാമസ്വാമി കണക്ക് കഴുത. അദ്ദേഹം തല്ലൂല്ല, രാമസ്വാമിയാണ് തല്ലൂല്ല, കോലുകൊണ്ട് തല്ലൂല്ല. പണ്ടങ്ങനെയാണല്ലോ, നമ്മുടെ കയ്യിൽ അഭിജാത്യത്തിന് ചൂരൽവടി ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ. അതിന് പകരം ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ വേറൊരു ചൂരൽവടിയുണ്ട്. A+B=2 എങ്ങനെ നിൽക്കുന്ന കുഞ്ഞുങ്ങൾ എന്താവും? ഇതറിയാത്ത കുഞ്ഞുങ്ങൾ സ്വാഭാവികമായിട്ട് തലകുനിച്ച് നിൽക്കും. അപ്പോൾ ഒരൊറ്റ വിളിയാണ് കഴുതേ എന്നുള്ള ഒരൊറ്റ വിളിയാണ് അദ്ദേഹത്തിൻ്റെ ശിരസിൽ പ്രഹരമായിട്ട് നിരന്തരം വീണുകൊണ്ടേയിരിക്കുന്നത്. അവസാനം അറിയാം എന്തായാലും ഈ പീരീഡ് കഴിയുന്നു. ഈ പീരീഡ് കഴിയുന്നത് വരെ ഒന്ന് കഴുതയായി മാറാൻ തീരുമാനിക്കുകയും ഒരു പക്ഷേ നമ്മുടെ ക്ലാസ് മുറികളിൽ, എനിക്ക് തോന്നുന്നു കോടാനുകോടി ക്ലാസ് മുറികളിലെ അനേകം ഗർദ്ദഭങ്ങളെ സൃഷ്ടിക്കുന്ന ഞാനടക്കമുള്ള അധ്യാപകരുടെ മുഖത്തടിക്കുന്ന ലേഖനമാണ്. ഒരു ചെറിയൊരു പാരഗ്രാഫ് കുറിപ്പാണതെന്ന് തിരിച്ചറിയുകയാണ്, നമ്മളൊക്കെ തന്നെ തിരിച്ചറിയുകയാണ്. അങ്ങനെ കഴുതയെന്നൊരൊറ്റ വിളിയിൽ പീരീഡ് അവസാനമാകുമ്പോൾ ഗർദ്ദഭത്തോട് താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് അദ്ദേഹം അങ്ങനെ എഴുതുന്നത്. ഗർദ്ദഭ വര്യനോട്, വെറും കഴുതയല്ല, കഴുത ശ്രേഷ്ഠനോട് താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് അവസാനിക്കുകയും തൊട്ടടുത്ത പീരീഡിലേക്ക് കാതും കണ്ണും കൂർപ്പിച്ചിരിക്കുകയും ചെയ്യുന്നു. കാഴ്ച കീഴ്പ്പെടുത്തിയ കാലത്ത് ഈ കാതും കണ്ണും കൂർപ്പിച്ചിരിക്കുക എന്നുള്ളത് ഇന്ന് എദിയെ വായിക്കുമ്പോൾ, ഇന്ന് എദിയുടെ വിദ്യാഭ്യാസ ദർശനത്തെ വായിക്കാൻ കൂടുതൽ നമുക്ക് പ്രേരണയാകുന്നു. അതുകൊണ്ട് ആ അനുഭവം കൊണ്ടല്ല അവസാനിപ്പിക്കുന്നത്. നമ്മളെല്ലായ്പ്പോഴും അങ്ങനെയാണ്. ഇന്നലെ കൈലാസയാത്രയെക്കുറിച്ചുള്ള ചർച്ചയ്ക്കിടയിൽ ഒരു പത്രപ്രവർത്തകർ പറഞ്ഞത്, നമ്മൾ ചില കാണുന്ന കാഴ്ചകളെ അവിടെ അവസാനിപ്പിക്കുകയും അതിൻ്റെ അനന്തരം കാണാതിരിക്കുകയും ചെയ്യും. കടന്നു കാണുക എന്നുള്ളത് കാണാതിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് വിദ്യാഭ്യാസ പ്രവർത്തകർക്ക് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യമല്ല. അതാണ് നേരത്തെ പറഞ്ഞ ദർശനപരമായ ഒരു ഉൾക്കാഴ്ച അധ്യാപകർക്കുണ്ടാകണം എന്ന് പറയുന്നത്. അത്തരം ഒരു അധ്യാപകരായതുകൊണ്ട് രാമയ്യർ സാറിൻ്റെ ക്ലാസ്സിനെ കുറിച്ച് കൂടി നമ്മുടെ മുമ്പിൽ തരുന്നുണ്ട്. ചരിത്രം നമ്മുടെ മുമ്പിൽ കലിംഗയുദ്ധമാണ്. കലിംഗയുദ്ധത്തിൻ്റെ വിവരണങ്ങളാണ് നമ്മുടെ മുമ്പിൽ. ക്ലാസ് മുറിയിൽ കുട്ടികൾ, അതിൽ 33 പെൺകുട്ടികളും ബാക്കി ആൺകുട്ടികളും കൃത്യം കണക്ക് വെച്ചുകൊണ്ട്. ആദ്യത്തെ ക്ലാസ്സിൽ കണക്കില്ല. ആദ്യത്തെ ഗണിത ക്ലാസ്സിനെ കുറിച്ചുള്ള പഠനത്തിൽ അവിടെ കണക്കില്ല, അവിടെ ഒരാളേ ഉള്ളൂ, കഴുതയേ ഉള്ളൂ.
ഇപ്പുറത്തെ ക്ലാസ്സിനെ കുറിച്ച് പറയുമ്പോൾ, രണ്ടാമത്തെ ക്ലാസ്സിനെ കുറിച്ച് പറയുമ്പോൾ കൃത്യം കണക്കുകളുണ്ട്. എത്ര ആൺകുട്ടിയുണ്ട്, എത്ര പെൺകുട്ടിയുണ്ട്. ഇവരെല്ലാവരും ഈ ക്ലാസ് മുറികളിലെ ബെഞ്ചിലും ഡെസ്കിലും അല്ല ഇരിക്കുന്നത്. അവർ വേറൊരു ലോകത്തേക്ക് പോവുകയും കലിംഗ യുദ്ധത്തിൽ ചീറി പാഞ്ഞു വരുന്ന കുതിരകളും ആനയും തേരും കാലാളും ഒക്കെയുള്ള പടഹധ്വനികളും ശബ്ദങ്ങളും ബഹളവും ചീറ്റിത്തെറിക്കുന്ന ചോരയും, ഒരു പക്ഷേ മറ്റിലേക്ക് ക്ലാസ് മുറിയുടെ മേലേക്ക് നോക്കുമ്പോൾ അവിടെ അറിഞ്ഞോ അറിയാതെയോ ചോരപ്പാടുകൾ കാണുകയും യുദ്ധത്തിനൊടുവിൽ ഈ ബഹളത്തിനൊടുവിൽ ദേ വരുന്നു വലിയൊരു കുതിരപ്പുറത്ത് അശോകൻ വരുന്നു. അപ്പോഴും വരുന്ന വരവിൽ തന്നെ ചോരത്തുള്ളികൾ പറ്റി, ചോര ഉടനീളം പറ്റിപ്പിടിച്ചിരിക്കുന്ന കരവാള്, ആ വാള് അത് പിന്നെ ഒരുപാട് ചോര വീഴ്ത്തുകയും തല അറുത്ത് വീഴ്ത്തുകയും ചെയ്യുന്ന കാഴ്ച. ഒടുവിൽ വളരെ സാന്ദ്രമായ ശബ്ദത്തിൽ രാമയ്യർ സാറല്ല പറയുന്നത്, ബുദ്ധനാണ് പറയുന്നത്, ധർമ്മം ശരണം ഗച്ഛാമി എന്ന് വേറൊരു ശബ്ദത്തിൽ അത് പറയുകയും ചെയ്യുമ്പം ഞങ്ങളല്ല ഉണർന്നത്, ലോകത്തെ ഈ സമാധാനം കാംക്ഷിക്കുന്ന മുഴുവൻ മനുഷ്യരും ഈ ക്ലാസ് മുറിയിലേക്ക് ഉണർന്നു എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ല ചെയ്യുന്നത്. പിന്നീട് ഈ പരിണാമത്തെക്കുറിച്ച് ഹൃദയഭേദം കണ്ണുനീരണിഞ്ഞുകൊണ്ടുള്ള രാമയ്യർ സാറിൻ്റെ ക്ലാസ്. നമുക്കൊക്കെ ചില അനുഭവങ്ങളുണ്ട്. ചേറ്റുപുഴ പാലം ഞങ്ങളുടെ ക്ലാസ് മുറിയിൽ കിളിമാനൂർ രമാകാന്തൻ എന്ന മലയാളം കണ്ട അധികമൊന്നും വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയ കവി ചേറ്റുപുഴ പാലം ഞങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ സാറ് കരയുകയായിരുന്നു. ഞങ്ങൾ 16 പേരും നിലവിളിച്ചില്ല എന്ന് മാത്രമല്ല, ഞങ്ങളൊക്കെ കൊല്ലം ശ്രീനാരായണ കോളേജിൽ ഞങ്ങളുടെ ആ ക്ലാസ് മുറി ഞാൻ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ മറക്കാത്തൊരു ക്ലാസ് മുറി അനുഭവമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. നമ്മളെ പരിവർത്തിപ്പിക്കുന്നു, ആന്തരികമായി പരിവർത്തിപ്പിക്കുന്നു. ഒരു ക്ലാസ് മുറിക്ക് അങ്ങനെ പരിവർത്തിപ്പിക്കാമോ എന്ന് ചോദിച്ചാൽ പരിവർത്തിപ്പിക്കുക എന്ന് തന്നെയാണ് ഈ 2 ക്ലാസ് അനുഭവങ്ങൾ കൊണ്ട് നമ്മുടെ മുമ്പിലേക്ക് വയ്ക്കുന്നത്. അങ്ങനെയുള്ള ക്ലാസ് മുറികളെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നില്ല. ബുദ്ധം ശരണം മാത്രമല്ല, സംഘം ശരണവും ധർമ്മം ശരണവും ഗച്ഛാമി എന്ന് പറയുന്നിടത്ത് അവസാനിപ്പിക്കുന്നില്ല. ലിയോ ടോൾസ്റ്റോയുടെ യുദ്ധവും സമാധാനവും പിൽക്കാലത്തെന്നോ വായിക്കുന്ന സന്ദർഭത്തിൽ വായിക്കുന്നത് റഷ്യൻ നോവലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വരുന്ന മന്ത്രം ബുദ്ധം ശരണവും ധർമ്മം ശരണവും സംഘം ശരണവും, ബുദ്ധവും ധർമ്മവും സംഘവും എന്ന് പറയുന്ന മഹാ ആശയം എങ്ങനെയാണ് ഒരു വിദ്യാഭ്യാസ പ്രക്രിയയിൽ നമ്മളെ ഈ വീണ്ടും ഊട്ടി ഉറപ്പിക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ലേഖനം അവസാനിപ്പിക്കുക മാത്രമല്ല, അടിയുറച്ച ലേഖനം വായിക്കുന്ന ഏത് വായനക്കാരനും ഏത് വായനക്കാരിക്കും, ഒരു അധ്യാപകർ എനിക്ക് തോന്നുന്നു അധ്യാപന പരിശീലനത്തിനൊക്കെ ഈ ഒരു പാഠം, ഒരു ലേഖനം കർശനമായിട്ട് പഠിക്കാൻ കൊടുക്കണം എന്നുള്ളത് എനിക്ക് നിർദ്ദേശിക്കാൻ അവസരം കിട്ടുമെങ്കിൽ ഞാൻ നിശ്ചയമായിട്ടും നമ്മുടെ ഈ പറഞ്ഞ DLD തുടങ്ങിയിട്ടുള്ള ക്ലാസ് പരിശീലനങ്ങൾ നടക്കുകയാണ്. അതിൻ്റെ പുസ്തകമൊക്കെ പരിഷ്കരിച്ച് വരികയാണ്, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ B.Ed അടക്കമുള്ള കോഴ്സുകൾ അടിസ്ഥാന പരിഷ്കാരം വരേണ്ടത് അവിടെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അവിടെ നിൽക്കട്ടെ, അതുണ്ടാകേണ്ടതാണ് എന്ന് കരുതുന്നു എന്നാണ് അതുമായിട്ട് ചേർത്ത് വെച്ച് പറയാനുള്ളത്. സമാന്തര വിദ്യാഭ്യാസത്തെക്കുറിച്ച് നേരത്തെ പറഞ്ഞ ആജീവന വിദ്യാഭ്യാസത്തെക്കുറിച്ച് അവസാനം വരെ നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന സങ്കല്പം മാറിയിട്ട് തൊഴിൽ കിട്ടുന്നിടം വരെ എനിക്ക് നല്ലോണം അറിയാം. ഞങ്ങളെ പഠിപ്പിച്ച അധ്യാപകർ നേരത്തെ ഈ പറഞ്ഞ രമാനന്ദൻ മാഷ് മാത്രമല്ല നമ്മളെ പഠിപ്പിച്ചത്. 40 മിനിറ്റ് ക്ലാസ്സിൽ 20 മിനിറ്റേക്ക് ഒരു പ്രോബ്ലം കൊണ്ടുവരികയും അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ബോഡി സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വായിച്ച് നോക്കുമ്പോൾ ഇനി 20 മിനിറ്റ് ഉണ്ട്. പേരൊന്നും പറയുന്നത് സുജന മര്യാദയല്ല, ആരുടെ അനുഭവം ആവട്ടെ, ആരുടെയും അനുഭവമാവാം, എൻ്റെ തന്നെ ആവണമെന്നില്ല. പിന്നത്തെ 20 മിനിറ്റ്, ഇനി 20 മിനിറ്റ് ഉണ്ട്, നിന്നെയൊക്കെ ഞാൻ ചില ഉപദേശങ്ങൾ തരാൻ പോകുന്നു, നീ ഒന്നും ശരിയല്ല എന്ന് എനിക്ക് നല്ലോണം അറിയാം എന്ന് പറയുന്ന മാഷന്മാർ ഒരുപക്ഷെ അന്നും ഉണ്ടാകാം ഇന്നും ഉണ്ടാകാം എന്ന് കരുതുന്നു. ഉണ്ടാകുമല്ലോ, ഉണ്ടാകാതിരിക്കാനും തരമില്ല എന്നുകൂടിയാണ് അതുമായി ചേർത്ത് വെച്ച് കാണാനുള്ളത്. സമാന്തര വിദ്യാഭ്യാസത്തെക്കുറിച്ച് ലോകത്തെ മുഴുവൻ മാതൃകകളെയും കുറിച്ച് പറയുകയും 86-ന് ശേഷം 90-കളിൽ സമാന്തര വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിലുണ്ടായ മാറ്റങ്ങൾ, ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗത്ത് സമാന്തര വിദ്യാഭ്യാസ രംഗത്ത് നടത്തുന്ന മാറ്റങ്ങൾ, കേരളത്തിലെ മാറ്റങ്ങൾക്ക് വലിയ നിർദ്ദേശം കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അദ്ദേഹം. കേരളത്തിൽ എങ്ങനെ ഇത് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, ഞാനതിൽ അഭിനന്ദിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് എത്തേണ്ടവരിലേക്ക് എത്തുന്നുണ്ടോ എന്ന ചോദ്യം അദ്ദേഹം ഉന്നയിക്കുന്നു. അത് ഞാനും ഇപ്പോൾ ചോദിക്കുകയാണ്. എനിക്ക് കഴിഞ്ഞ ഒരു 1.25 വർഷമായിട്ട് അല്ലെങ്കിൽ ഒരു 10-22 മാസമായിട്ട് എനിക്കും ഇപ്പോൾ ബോധ്യമുണ്ട് ഇത് പലത് എത്തേണ്ടിടത്തേക്ക് എത്തുന്നില്ല എന്നൊരു കാര്യം നമ്മളുമൊക്കെ നേരിടുകയാണ്. അങ്ങനെ അദ്ദേഹം ഞാനിപ്പോൾ വളരെ സന്തോഷത്തോടും അഭിമാനത്തോടു കൂടിയാണ് ആ കുറിപ്പ്, ആ വാചകം വായിച്ചു വെച്ചത്. നമ്മളൊരു ഘട്ടത്തിൽ മുമ്പോട്ട് വെച്ചൊരു ആശയമായിരുന്നു ക്ലസ്റ്റർ കോളേജ് മൾട്ടി ക്യാമ്പസ് എന്ന് പറയുന്നൊരു ആശയം. തോറ്റുപോയൊരാശയമാണ്, കേരളത്തിൽ തോറ്റുപോയൊരാശയമാണ്. കേരളത്തിലെ ഇതര സമുദായങ്ങൾ നേതൃത്വം കൊടുക്കുന്ന ഈ 104 എയ്ഡഡ് കോളേജുകളും സർക്കാരിലെ 68 സർക്കാർ കോളേജുകളും ഏതാണ്ട് 1218-19
ഇപ്പോൾ 1219 പല മേഖലകളിലെ സഹകരണം, യൂണിവേഴ്സിറ്റി, ഡിസ്റ്റൻ്റ് എഡ്യൂക്കേഷൻ തുടങ്ങിയിട്ടുള്ള മറ്റ് മേഖലകളിലെ കോളേജ് സംവിധാനവും 16 സർവകലാശാലകളും ചേരുന്ന കേരളത്തിലെ ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ ക്ലസ്റ്റർ കോളേജ് മൾട്ടി ക്യാമ്പസ് എന്ന് പറയുന്ന ഒരു ആശയം കോഴിക്കോട് പരിശോധിക്കുകയും പരീക്ഷിക്കുകയും വിജയകരമായി പരാജയപ്പെടുകയും ചെയ്ത ഒരു 10 വർഷം മുമ്പത്തെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ മുമ്പോട്ട് വെച്ചൊരാശയത്തെ അതിമനോഹരമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മൾ ബോർന്ന് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന കൂട്ടത്തിൽ തന്നെ സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന, കേരളത്തിൻ്റെ വലിയ പ്രത്യേകത അതുകൂടിയാണല്ലോ, അടങ്ങുന്ന വീട്ടുകൂട്ടായ്മകൾ ഇപ്പോൾ ഉണ്ടായി വരുന്നുണ്ട്. പൊന്നാനിയിൽ സക്സസ്ഫുള്ളായിട്ട് നടക്കുന്നു, ചേലക്കര സക്സസ്ഫുള്ളായിട്ട് നടക്കുന്നു, കരുനാഗപ്പള്ളിയിൽ സക്സസ്ഫുള്ളായിട്ട് നടക്കുന്നു. 10-15 വീട്ടുകാർ ചേർന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒരു സ്ഥലത്ത് കുക്ക് ചെയ്യും, ഉച്ചക്കലത്തത് വേറൊരു വീട്ടിൽ ചെയ്യും, രാത്രിത്തത് വേറൊരു വീട്ടിൽ ചെയ്യും. ഇതല്ലെങ്കിൽ പറ്റുന്ന ആളുകളാണെങ്കിൽ 3-4 പേര് കൂടി ഒരു വീട്ടിൽ തന്നെ ചെയ്തിട്ട് ഇത്രയും വീടുകളിലേക്കുള്ള അധ്വാനം, ഇന്ധനം, മനുഷ്യവിഭവം ഇതെല്ലാം നമുക്ക് കുറേയധികം ലാഭം വരുന്നുവെന്ന് മാത്രമല്ല, ഈ ജോലിക്ക് പോകുന്ന സ്ത്രീകൾക്ക് കുറച്ച് ഉപകാരവും, വയസ്സായ മനുഷ്യരിരിക്കുന്ന വീടുകളിൽ അത് വലിയ സഹായമാകുന്നത് പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ എത്രയോ മുന്നേ സമാന്തര വിദ്യാഭ്യാസത്തിൽ അദ്ദേഹം വയ്ക്കുന്ന വലിയൊരാശയം 8-10 വീടുകൾ ചേർന്നുള്ള ഒരു വിദ്യാഭ്യാസ മോഡലിനെ കുറിച്ച്, അയൽപ്പക്ക വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ഒരു മോഡല്, അത് അനൗപചാരിക വിദ്യാഭ്യാസ രംഗത്ത് പരിഷ്കരിക്കണമെന്നും തലസ്ഥാനത്തെ ആധാരമാക്കി അദ്ദേഹം പറയുന്നത് തിരുവനന്തപുരത്ത് എത്ര കോളേജുകളുണ്ട്, ഓരോ കോളേജുകളിലും വൈകുന്നേരങ്ങളിൽ എന്ത് നടക്കുന്നു, ആ വൈകുന്നേരങ്ങളിലെ കുറച്ചു നേരം വിട്ടുകൊടുത്തൂടെ എന്ന് അദ്ദേഹം ചോദിക്കുന്നത് ഇപ്പോൾ കേരളത്തിലെ സ്കൂളുകൾ ഞങ്ങൾക്ക് വിട്ടുതരാൻ പോവുകയാണ്. കേരളത്തിലെ സ്കൂളുകളിലെ പഠന പ്രക്രിയയ്ക്ക് ശേഷം, സ്കൂളിൻ്റെ സാമ്പ്രദായിക പഠനം കഴിഞ്ഞതിന് ശേഷമുള്ള സമയം അനൗപചാരിക വിദ്യാഭ്യാസത്തിനും ഈ പറഞ്ഞ സമാന്തര വിദ്യാഭ്യാസത്തിനും എന്ന് നമ്മൾ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കെ ഇപ്പോൾ നമ്മുടെ എയ്ഡഡ് സർക്കാർ മേഖലയിൽ അതിനുള്ളൊരു അവസരം ഉണ്ടാകാൻ പോകുന്നു. ശനിയും ഞായറും ഞങ്ങൾക്ക് വിട്ടുതരുന്നുണ്ട്, അത് പറയണമല്ലോ. കേരളത്തിൽ അനൗപചാരിക മേഖലയിൽ പഠനം മുടങ്ങിപ്പോൾ ഒരുപാട് മനുഷ്യർക്ക് നമ്മളതിനുള്ള സാധ്യത, നമ്മൾ തുല്യതാ പരീക്ഷകളും ക്ലാസ്സുകളും നടക്കുന്നുണ്ട് ഈ ശനിയും ഞായർ, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇങ്ങനൊരു വലിയ ആശയം, അയൽക്കൂട്ട വിദ്യാഭ്യാസം എന്നുള്ള, നെയ്ബർഹുഡ് എഡ്യൂക്കേഷൻ എന്നുള്ള വലിയ ആശയത്തെ ഈ പറഞ്ഞ റിട്ടയർ ചെയ്ത മഹാമനുഷ്യർ ധാരാളമുള്ളൊരു പ്രദേശത്ത് അതിന് പറ്റിയൊരു മാതൃകയായിട്ടൊരു കൺവർജൻസ് മോഡൽ അത് ചെയ്യാൻ പറ്റുന്ന ഒരു ആശയം അദ്ദേഹം വച്ചിട്ടുണ്ട്. ഭാഗ്യവശാലോ നമ്മുടെ വിദ്യാഭ്യാസ വിചക്ഷണരടക്കം ആരും തന്നെ അത് വായിച്ച് നോക്കിയിട്ടില്ല എന്നുകൂടി വേണം നമുക്ക് ഇതുമായിട്ട് ചേർത്ത് പറയുവാനുള്ളത് എന്നതാണ്. ഇനി വിദ്യാർത്ഥികളും രാഷ്ട്രീയവും ഈ അടുത്ത ദിവസങ്ങളിലും ഈ കഴിഞ്ഞ കുറേ നാളുകളും നമ്മൾ നേരിടുന്ന, പ്രത്യേകിച്ച് ഞാനൊക്കെ ധാരാളമായിട്ട് നേരിട്ടിട്ടുള്ള ക്യാമ്പസിനുള്ളിൽ അനുകൂലവും പ്രതികൂലവും ഒക്കെ ആയിട്ട് നേരിട്ടിട്ടുള്ള കുറേ അധികം ബുദ്ധിമുട്ടുകളുണ്ട്. 29-29.5 വർഷത്തെ അധ്യാപനത്തിൻ്റെ ഇടയിൽ നേരിട്ടിട്ടുള്ള, അതേസമയം തന്നെ അതിൻ്റെ യൂണിയൻ്റെയൊക്കെ ഗുണപരമായ ഒരുപാട് വശങ്ങളിൽ പങ്കുചേരുകയും സർവകലാശാല യൂണിയൻ്റെ അതടക്കം ചേരുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യം, വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രീയം, ഈ കലുഷിതമായ രാഷ്ട്രീയം വിദ്യാർത്ഥികൾക്ക് വേണോ എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നിർവചനം, ആദ്യത്തെ വാചകം, നിങ്ങൾ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയം എന്ന പദത്തിൻ്റെ പ്രയോഗമല്ല ഞാൻ കാണുന്നത്, അദ്ദേഹം രാഷ്ട്രീയത്തിനൊരു നല്ല നിർവചനം. ഇനി അടുത്ത ലേഖനമോ എന്തെങ്കിലും രാഷ്ട്രീയ സംബന്ധി എഴുതുമ്പോൾ ഞാൻ നിശ്ചയമായിട്ടും ഈ നിർവചനം പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ എഴുതാൻ ഉദ്ദേശിക്കുന്നത്, ഒന്നിലധികം ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി അവർ കൂട്ടായി അവകാശബോധമുള്ളവരായി തീരുകയും കൂട്ടുത്തരവാദിത്തം സ്വീകരിക്കുകയും ഉത്തരവാദിത്ത ബോധത്തോടെ ന്യായമായ അവകാശങ്ങളെ സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ് രാഷ്ട്രീയം. അങ്ങനെ ചെയ്യുന്നതാണ് രാഷ്ട്രീയം. അതിൽ നിന്ന് ഒരാൾ ഒഴിഞ്ഞു നിൽക്കുന്നത് സാമൂഹികമായി നിരുത്തരവാദപരമാണ്. തന്നോടൊപ്പം ജീവിക്കുന്നവരുടെ ആവശ്യത്തെക്കുറിച്ച് മുഖം തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സാമൂഹികമായി നിങ്ങളൊരു രോഗിയാണ്. അരാഷ്ട്രീയം മാത്രമല്ല, രാഷ്ട്രീയത എന്നാൽ രാഷ്ട്രീയം പോലും അരാഷ്ട്രീയമാകുന്ന സമകാലത്ത് പണ്ട് നാം സ്നേഹിച്ചവർ അകന്നോ മൃതിപ്പെട്ടോ വൻപകയോടെ ചേരിമാറിയോ പോയിപ്പോകുന്നു. എത്രയും അസ്വസ്ഥമാണ് ഉലകം തിരക്കിലും എന്ന് വൈലോപ്പിള്ളി എഴുതി വെച്ച ഒരു കാലം. ആ കാലത്ത് നിന്ന് അതിലേറെ ഭീതിതമായി സമകാലം മാറുമ്പോൾ ഈ വാചകം അവസാനിക്കുന്നിടത്ത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടൊരു പദം, എപ്പൊളിറ്റിക്കൽ എന്നതിനപ്പുറത്തേക്ക് പൊളിറ്റിക്കൽ ബ്ലൈൻഡ്നെസ്. എനിക്കൊന്ന് സമകാലത്ത് ഏറ്റവും സൂക്ഷ്മതയിൽ വയ്ക്കുന്ന ഏറ്റവും നല്ല വിദ്യാഭ്യാസ ആശയം, മുന്നോട്ട് വയ്ക്കുന്ന വിദ്യാഭ്യാസ ആശയം പൊളിറ്റിക്കൽ ബ്ലൈൻഡ്നെസ് ആണ്. എല്ലാറ്റിനെയും കാണുക എന്നുള്ളത്, ആ ബ്ലൈൻഡ്നെസ്, ആ ആന്ധ്യം നമ്മളെ ബാധിച്ചാൽ നമ്മൾ ചിലത് കാണുകയും ചിലത് കാണാതിരിക്കുകയും കാഴ്ചയ്ക്കൊരു എഡിറ്റിംഗ് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. കാഴ്ച തന്നെ കാഴ്ചപ്പാടില്ലാതാക്കുവാനും
നോട്ടം തന്നെ നോട്ടമില്ലാത്തവരായിട്ട് അടിനോട്ടമില്ലാത്തവരായിട്ട് മാറ്റുവാനും ശ്രമിക്കുന്ന കാലത്ത് എല്ലാം കെട്ടുകാഴ്ചകളായി മാറുന്ന സമകാലത്ത്, കെട്ടുകാഴ്ചകളാണ്, അതിലാണ് നമ്മൾ അഭിരമിക്കുന്നത്. കാഴ്ച വേണ്ട, കാഴ്ചപ്പാട് വേണ്ട, കാഴ്ച കണ്ടോളൂ, നിങ്ങൾ കെട്ടുകാഴ്ചകളിൽ അഭിരമിച്ചോളൂ, എല്ലാ ബഹളങ്ങളിലും അഭിരമിച്ചോളൂ. പലപ്പോഴും കാണുന്ന കാഴ്ച ട്വിസ്റ്റ് ചെയ്ത കാഴ്ചയോ അല്ലെങ്കിൽ കാണുന്ന കാഴ്ച നമ്മളെ തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാഴ്ചയോ മറ്റൊരു ഇച്ഛയിലേക്ക് നമ്മളെ നയിക്കുന്ന കാഴ്ചയൊക്കെ മാറുന്ന കാലത്ത് പൊളിറ്റിക്കൽ ബ്ലൈൻഡ്നെസ് എന്ന ആശയം വാസ്തവത്തിൽ വളരെ സൂക്ഷ്മതയിൽ ഇപ്പോൾ നമ്മൾ പഠിക്കേണ്ടത് സമകാലത്തെ ജീവിത വ്യവസ്ഥയിൽ, നമ്മുടെ ഇന്ത്യൻ അവസ്ഥ എന്നൊന്നോ കേരള അവസ്ഥ എന്നൊന്നോ ഒക്കെ മറിച്ച് മാറ്റി നിർത്തിയിട്ട് ലോകാവസ്ഥയിൽ പരസ്പരം ഏറ്റുമുട്ടുന്ന, നമ്മൾക്ക് കിടന്നാൽ ഉറങ്ങാനാകാത്ത ദിവസങ്ങൾ. ജനുവരി 26 കുറിച്ചൊക്കെ എഴുതാൻ നമ്മളോട് എല്ലാവരും ആവശ്യപ്പെടുമ്പോൾ, എഡിറ്റോറിയലെങ്കിലും എഴുതുമ്പോൾ ഗാസയിലെ കുഞ്ഞുങ്ങളുടെ മുഖം നമുക്ക് ഇങ്ങനെ ഉറങ്ങാൻ പറ്റില്ല. നമ്മൾ ഉറങ്ങാൻ കഴിയുന്നെങ്കിൽ നമുക്ക് വേറെന്തോ രോഗമുണ്ടെന്നോ അല്ലെങ്കിൽ നമ്മളൊരു പക്ഷേ ഇതിനൊക്കെ അപ്പുറത്തേക്ക് എത്തിയെന്നോ കരുതാം. നമ്മളെപ്പോലെയൊക്കെ സാധാരണ മനുഷ്യർക്ക് കുഞ്ഞുങ്ങളുടെ ആ മുഖം കണ്ടാൽ നമുക്ക് ഉറങ്ങാനാകാത്ത അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നു എന്നുള്ളത് അതൊരു പൊളിറ്റിക്കൽ ബ്ലൈൻഡ്നെസ്സാണ്. ആരുടെയൊക്കെയോ പൊളിറ്റിക്കൽ ബ്ലൈൻഡ്നെസ്സാണ്. അത് വിദ്യാഭ്യാസ പ്രക്രിയയിലേക്ക് കടന്നു വന്നാൽ അദ്ദേഹം രോഷത്തോടെ എഴുതുന്ന 3-ലധികം ലേഖനങ്ങൾ വിദ്യാഭ്യാസ കച്ചവടത്തെക്കുറിച്ചാണ്. അദ്ദേഹം പങ്കെടുത്ത മഹാസെമിനാറുകളിൽ അവസാനം നിങ്ങൾക്ക് നല്ല ഉപദേശം തരാൻ വന്നിരിക്കുന്ന വിദ്യാഭ്യാസ വിചക്ഷണൻ യതിയും മറ്റൊരു വിദ്യാഭ്യാസ പ്രവർത്തകനും തമ്മിൽ നീണ്ടുപോയ സംഭാഷണത്തിനിടയിൽ കയറി അദ്ദേഹം എന്തൊക്കെയോ മൊഴിമുത്തുകൾ തരാൻ വന്നു. ഇവരുടെ സംഭാഷണം കാണാം, മൊഴി മുറിഞ്ഞുപോയി, അദ്ദേഹത്തിൻ്റെ അവസരം നഷ്ടപ്പെട്ടു പോയി. അത് അദ്ദേഹത്തിൻ്റെ അവസരമല്ല, ഇത് കേൾക്കാനിരുന്ന ആളുകളുടെ അവസരം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നതിനെ സർക്കാസ്റ്റിക്കായിട്ട്, ഇത്രയധികം സർക്കാസം എഴുതാൻ കഴിയുന്നൊരു യതിവര്യന് നമുക്ക് ഓർമ്മയില്ല. അത് ബുദ്ധിയിൽ നിന്നും മനുഷ്യസ്നേഹത്തിൽ നിന്നുമാണ് അങ്ങനെ സർക്കാസം വരുന്നത് എന്ന് ഞാൻ കരുതുന്നു. വലിയ സങ്കടം വരുമ്പോൾ നല്ല തമാശ വരും എന്നുള്ളത് എനിക്ക് എൻ്റെ അനുഭവം, മറ്റ് ധാരാളം പേരുടെ അനുഭവമാണ്. അത് തമാശ മറ്റ് കാണുമ്പോൾ കൂടിയാണ് അങ്ങനെ കടന്നു പോകാനാവുക. നല്ല സർക്കാസം നമുക്ക് ഇതിനിടയിൽ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ പ്രക്രിയ ആയതുകൊണ്ട്. ഇനി ഇതിനിടയിൽ ചേർത്ത് വായിക്കാൻ എൻ്റെ സുഹൃത്തുക്കളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളൊരു കഥയുണ്ട്. ചന്ദ്രമതി ടീച്ചറുടെ ബാലകലോത്സവം. നിശ്ചയമായിട്ടും യതിയുടെ നല്ല വായനക്കാരിയാണ് ടീച്ചർ. നിശ്ചയമായിട്ടും ടീച്ചർ യതിയെ വായിച്ചിരിക്കുന്നു തന്നെ ഞാൻ വിചാരിക്കുന്നു. സ്വാഭാവികമായിട്ട് വായിച്ചിട്ടുണ്ടാവും, ധാരാളമായി വായിച്ചിട്ടുണ്ടാവും. ബാലകലോത്സവം നമ്മൾ ഇതുമായിട്ട് ചേർത്ത് വെച്ച് ഒന്ന് വായിക്കേണ്ടതുണ്ട്. ഇന്ത്യൻ അവസ്ഥയെക്കുറിച്ച് ഇതിലേക്ക് വരാം. ഞാൻ ഈ ഭാഗം ഒന്ന് അവസാനിപ്പിക്കട്ടെ. എങ്ങനെയായിരിക്കണം വിദ്യാഭ്യാസ പ്രക്രിയ എന്നത് നമുക്ക് വിദ്യാഭ്യാസത്തിലെ മാറ്റങ്ങളെ സംബന്ധിച്ച് വ്യാവഹാരിക തലം വെറും സ്വപ്നങ്ങൾ കണ്ടാൽ പോരാ, മറിച്ച് നമുക്ക് അടിയുറച്ച കാഴ്ചപ്പാടുകൾ ഉണ്ടാവണം എന്ന് കണ്ടിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഭാരതീയ ദർശനങ്ങൾക്ക് ആധാരമാക്കിയിട്ടുള്ള ആചാര്യന്മാർ മുന്നോട്ട് വയ്ക്കുന്ന വിദ്യാഭ്യാസ ദർശനം അതും പഠിക്കണമെന്ന് തന്നെ പറഞ്ഞുകൊണ്ട്, കമ്മ്യൂണിസ്റ്റ് അനുഭാവികൾ വയ്ക്കുന്ന പുരോഗമനാശയങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞുകൊണ്ട് അവരുടെയും ചർച്ച വേണ്ടതാണ്, അവരും ഈ ഇടപെടുന്ന ഇടങ്ങളിൽ വേണ്ടതാണ്. അങ്ങനെ എല്ലാവരും ഉണ്ടാവുക എന്നുള്ളത്, എല്ലാത്തരം അഭിപ്രായങ്ങളും ഉണ്ടാവുക എന്നുള്ളത്, വൈരുദ്ധ്യാത്മകത എന്നുള്ളത് വെറും 2 ആശയങ്ങളുടെ വൈരുദ്ധ്യം മാത്രമല്ല, നാനാതരം ആശയങ്ങളുടെ വൈരുദ്ധ്യങ്ങൾ ചേർത്തു വരികയും അതൊന്നിച്ചു വരിക എന്നുള്ളത്, അതിൽ നിന്ന് സ്വാംശീകരിച്ച പുരോഗമനാശയങ്ങളിലേക്ക് പോവുകയും ഉയർത്തിപ്പിടിക്കേണ്ട പ്രധാന ആശയങ്ങളായിട്ട് മതേതരത്വവും രാഷ്ട്രീയേതരത്വവും, നല്ല 2 പ്രയോഗങ്ങളാണ്. മതേതരത്വം നമുക്കൊക്കെ ഫെമിലിയറാണ്. രാഷ്ട്രീയേതരത്വവും പ്രാധാന്യമുള്ള സാംസ്കാരിക സമിതികൾ ഉണ്ടാകണം എന്നുള്ളത്, ഞാൻ പുരോഗമന കലാ സാഹിത്യ സംഘത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയാണ്. ഒരുപക്ഷെ ഞങ്ങളോട് കഴിഞ്ഞ കുറേ കാലമായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ അത്തരം ആശയങ്ങളെ മുൻനിർത്തിയിട്ടുള്ള സാംസ്കാരിക സമിതികൾ വിദ്യാഭ്യാസ പ്രവർത്തനത്തിൽ ലൈബ്രറികളിലൊക്കെ ഉണ്ടാകണമെന്നാണ്. നിശ്ചയമായും നമ്മളിപ്പോൾ ആലോചിക്കുന്ന ആശയം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് യതി മുന്നോട്ട് വച്ചത് നമ്മൾ കാണേണ്ടതുണ്ട്, മറക്കരുത് എന്നുള്ളത് കൂടിയാണ് ആ സന്ദർഭവുമായിട്ട് ചേർത്ത് വെച്ച് പറഞ്ഞു പോകാനുള്ളത്. ഇന്ത്യൻ വിദ്യാഭ്യാസത്തെ ഒരുപാട് ചർച്ച ചെയ്യുന്നുണ്ട്, ദീർഘിപ്പിക്കുന്നില്ല. ഇന്ത്യൻ വിദ്യാഭ്യാസത്തെ ആഴത്തിലും പരപ്പിലും, പ്രത്യേകിച്ച് 86-ന് ശേഷം നല്ല സൂക്ഷ്മതയിൽ ചർച്ച ചെയ്യുന്നിടത്ത് അദ്ദേഹം സത്യത്രയെ നമ്മുടെ മുമ്പിൽ വെച്ച് തരികയാണ്. നമ്മളെല്ലാവരും വായിച്ചിട്ടുള്ളതാണ്. അപരാജിത നമ്മൾ വായിച്ചിട്ടുള്ളതാണ്, പഥർ പഞ്ചലി നമ്മൾ വായിച്ചിട്ടുള്ളതാണ്, അപ്പുസൻ സാറ് നമ്മൾ വായിച്ചിട്ടുള്ളതാണ്, ചലച്ചിത്രങ്ങൾ കണ്ടിട്ടുള്ളതാണ്. എങ്ങനെയാണ് ഒരാൾ, ഒരു വ്യക്തി, ഒരു രാജ്യത്ത് ഒരു വ്യക്തി രൂപപ്പെടുന്നത്, ഒരു കുഞ്ഞ് പിറന്നു വീഴുന്ന ഒരു കുഞ്ഞ്, നമ്മൾ അപൂർവൻ എന്നറിയപ്പെടുന്ന അപൂർവൻ്റെ പ്രതിനിധാനത്തിലൂടെ, റെപ്രസെൻറ്റേഷനിലൂടെ എങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ സാമൂഹികാവസ്ഥ പിരമിഡാണെന്ന് പറഞ്ഞ് ആനി ബെസൻറ്റിനെ കോട്ട് ചെയ്തുകൊണ്ട് ആ പിരമിഡ് സ്ട്രക്ചർ, സാമൂഹിക
അവസ്ഥയുടെ സാമൂഹിക തലത്തിൻ്റെ പിരമിഡ് സ്ട്രക്ചർ അങ്ങനെ തന്നെ തുടരുന്നു എന്നും ഏറ്റവും താഴ്ത്തട്ടിൽ ആനി ബസന്റിൻ്റെ ലേഖനത്തിൽ സൂചിപ്പിക്കുന്നത് പോലെ ഏറ്റവും താഴ്ത്തട്ടിലെ നേരത്തെ പറഞ്ഞ നിസ്വരായ അസ്പൃശ്യരായിട്ടുള്ള മഹാമനുഷ്യരിലെ അടിമകളായിട്ടുള്ള ആ മഹാമനുഷ്യരുടെ താഴ്ത്തട്ടിൽ നിന്ന് പടിപടിയായിട്ട് മുകളിലേക്ക് പോയിട്ട് അദ്ദേഹം അവസാനിപ്പിക്കുന്നത് ഞാനത് മറ്റൊരു സ്ഥലത്തും കണ്ടിട്ടില്ല. ആനി ബസന്റിൻ്റെ ലേഖനത്തിൽ അവസാനിപ്പിക്കുന്നത് മുകളിലെ പിരമിഡ് സമ്പന്ന സവർണ എന്ന അർത്ഥത്തിൽ അവസാനിപ്പിക്കുമ്പോൾ എതി അവസാനിപ്പിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്ന ഭരണകൂടത്തിൻ്റെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. അതിൻ്റെ പിരമിഡിൻ്റെ തല ഹെഡ് എന്ന് പറയുന്നത്, അതിൻ്റെ തലപ്പാവ് എന്ന് പറയുന്നത് ഭരണകൂടവും പ്രസിഡൻറ്റും എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യൻ അവസ്ഥയിൽ. വേൾഡ് ഗവൺമെൻറ് എന്ന മഹാ ആശയത്തെ മുന്നോട്ട് വയ്ക്കുന്ന അടുത്തൊരു യുദ്ധത്തെക്കുറിച്ചുള്ള ചിന്തയിൽ റസൽ മാത്രമല്ല ഇന്ത്യൻ മനീഷികളായിട്ടുള്ള ആചാര്യന്മാർ മുന്നോട്ട് വെച്ചിട്ടുള്ള ഇതിയടക്കം മുന്നോട്ട് വെച്ചിട്ടുള്ള അത്തരമൊരു സ്വതന്ത്രതയെ സംബന്ധിച്ച ആശയം, സ്വതന്ത്രതയെ സംബന്ധിച്ച് ജനതയുടെ പൗരബോധത്തെക്കുറിച്ച് പറയുന്നുണ്ട്. വിദ്യാർത്ഥി കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് പൗരബോധമുള്ളവരാവുന്നത്? ഒരു സിവിൽ സൊസൈറ്റിയിൽ ജനാധിപത്യപരമായിട്ടുള്ള അവകാശങ്ങളിൽ ഉള്ള എല്ലാവരുടെയും നിലനിൽപ്പിനെക്കുറിച്ച് അദ്ദേഹം ചർച്ച ചെയ്യുന്നുണ്ട്. അവിടെ നിന്നുകൊണ്ട് വേണം ഭരണകൂടവും പ്രസിഡൻറ്റും എങ്ങനെയാണ് ഈ തലപ്പാവിൽ പ്രധാനമാകുന്നതെന്ന് സമകാല ഇന്ത്യൻ അവസ്ഥയിൽ നിന്നുകൊണ്ട് സമകാല ലോക ഭരണകൂടങ്ങളെ, ലോകരാജ്യങ്ങളുടെ ഭരണകൂട വ്യവസ്ഥയെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കാൻ കൂടി അദ്ദേഹത്തിൻ്റെ ഈ വിദ്യാഭ്യാസ ദർശനം. ഇതിന് പരിഹാരം ഉണ്ടാവണമെങ്കിൽ, ഇതിന് മാറ്റം ഉണ്ടാകണമെങ്കിൽ നേരത്തെ പറഞ്ഞ ചേരുവകളുള്ള വൈരുദ്ധ്യങ്ങളെ ഉൾക്കൊള്ളുന്നൊരു വിദ്യാഭ്യാസ രീതി ഉണ്ടാകണം എന്നുള്ളതും, അവിടെ ഈ കുഞ്ഞുങ്ങളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മളെല്ലാം അങ്ങോട്ട് പഠിപ്പിക്കുകയല്ല, മറിച്ച് അവർ ലോകവും കുട്ടിയും മുഖാമുഖം നിൽക്കുമ്പോൾ അപ്പോൾ ചോദ്യങ്ങൾ ഉന്നയിക്കാനുള്ള, ഉത്തരങ്ങൾ കൊടുക്കാനുള്ള ഒരു ചേരുവ, മുഖാമുഖം നിൽക്കുന്ന ലോകവും കുട്ടികളുമായി നിൽക്കുന്നതിൻ്റെ ഒരു പ്രതിനിധാനം തീർച്ചയായിട്ടും അധ്യാപകരാണല്ലോ. അങ്ങനെ ആയിരിക്കണം. ലോകവും കുട്ടിയും തമ്മിൽ അത്തരം ഒരു മുഖാമുഖം ഉണ്ടെന്ന്, ആ മുഖാമുഖത്തിലാണ് വാസ്തവത്തിൽ നേരത്തെ പറഞ്ഞ ജ്ഞാനോൽപാദനവും വിജ്ഞാന സമ്പാദനവും അതിൻ്റെ തുടർച്ചയിലെ വിദ്യാഭ്യാസം എന്ന പ്രക്രിയയും പൂർത്തിയാവുള്ളൂ എന്ന് പറയുന്നിടത്ത് ഇതിനൊരു പ്രശ്നമുണ്ട്. ഇതിൻ്റെ ഒരു കോൺട്രവേഴ്സി അദ്ദേഹം പറയുന്നുണ്ട്. ചോദ്യം ചോദിക്കാൻ, അറിവ് നിർമ്മിക്കുന്ന കുട്ടി ചോദ്യം ചോദിക്കുമല്ലോ, അപ്പോൾ കുട്ടിക്ക് ചോദ്യം ചോദിക്കാനുള്ള ഇടമുണ്ടോ എന്ന ചോദ്യം വൈരുദ്ധ്യമായി നിൽക്കുന്നു. ഉത്തരം പറയാനുള്ള അധ്യാപകർ. ടാഗോർ ഒരു വിദ്യാലയം ആരംഭിക്കുമ്പോൾ, രവീന്ദ്രനാഥ ടാഗോർ എത്ര ഭൗതിക നീടം എഴുതി വെച്ചൊരു വിദ്യാലയം ആരംഭിക്കുമ്പോൾ അധ്യാപകരുടെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഹോളണ്ട് ഉദാഹരിക്കുന്നുണ്ട്. അദ്ദേഹം മുതലാളിത്ത രാജ്യമായ ഹോളണ്ടിലെ അധ്യാപകരുടെ തെരഞ്ഞെടുപ്പ് രീതി നമ്മളോട് പറയുന്നുണ്ട്. അതിന് മുന്നേ ഇന്ത്യയിലൊരു വലിയ മഹാവിദ്യാലയം സ്ഥാപിച്ച് അധ്യാപകരെ ക്ഷണിക്കുമ്പോൾ ടാഗോർ വെച്ച നോട്ടിഫിക്കേഷനിൽ എഴുതിയിരുന്നത് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യണമെങ്കിൽ കുട്ടികളുടെ പരിശോധന വിദ്യാർത്ഥികൾ പരിശോധിക്കണം. പിന്നെ 2 വിദ്യാഭ്യാസ സമിതികളിൽ വളരെ സൗമ്യമായ സ്വരത്തിൽ ഞാൻ പറഞ്ഞു, ടീച്ചേഴ്സിൻ്റെ അസസ്മെൻറ്റ് സന്ദർഭത്തിൽ കുട്ടികളുടെ ഒരു അസസ്മെൻറ്റ് കൂടി വേണമെന്ന് പറഞ്ഞതിന് എൻ്റെ തല അടിച്ചു കൊന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ആരാണ് അധ്യാപകരെ പരിശോധിക്കാൻ അധികാരി എന്ന് ചോദിച്ചാൽ ഊണിൻ്റെ രുചി ഉണ്ടെന്നവർക്കല്ലേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കുട്ടികൾ തന്നെ ആവണം എന്നാണ് നമ്മളൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത്. അദ്ദേഹം അത് ഉദാഹരിക്കുന്നുണ്ട്. ടാഗോർ പറഞ്ഞത്, ടാഗോറിൻ്റെ നമ്മൾ വായിക്കുന്നുണ്ട്, പിൽക്കാലത്ത് വായിക്കുന്നത്, ആദ്യത്തെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ആരും അപേക്ഷിച്ചില്ല, ഒറ്റ അപേക്ഷകരും ഉണ്ടായില്ല, ഇതാ കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ട്. പിന്നെ അതിൽ വെള്ളം ചേർക്കേണ്ടി വന്നു. സഹ അധ്യാപകരും വിദ്യാർത്ഥികളും പരിശോധിച്ച് വേണം എന്ന് വെച്ചപ്പോൾ 50% ആയല്ലോ, 50% സമ്മതം കിട്ടുമല്ലോ എന്ന് കരുതി പിന്നത്തെ നോട്ടിഫിക്കേഷൻ അദ്ദേഹം എഴുതുന്നുണ്ട്. അധ്യാപകർ കുഞ്ഞുങ്ങൾ പറയണം ഈ അധ്യാപകർ പഠിപ്പിക്കാൻ യോഗ്യരാണ് എന്ന് കുഞ്ഞുങ്ങൾ പറയുന്നിടത്തിട്ട് അധ്യാപകർ എന്ന രീതിയിൽ അധ്യാപക നിയമനത്തെ സംബന്ധിച്ച് അദ്ദേഹം നമ്മുടെ മുമ്പിൽ മഹാ ആശയം മുന്നോട്ട് വയ്ക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ കുട്ടികളെ വളരാൻ വിടുന്ന, കുട്ടികൾ ലോകത്തോട് മുഖാമുഖം നിൽക്കുന്ന, പ്രകൃത്യാനുഭവങ്ങളിൽ നിന്നും കുട്ടികൾ സ്വാംശീകരിക്കുന്ന അനുഭവങ്ങൾ, അവരോട് തീ തൊട്ടാ പൊള്ളുമെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതില്ല. ഒരു പരിധി വരെ അങ്ങോട്ട് കൊണ്ടുപോകും. അത് കഴിയുമ്പോൾ കുട്ടി വിളിച്ചോളും. നമ്മൾ ക്ലാസ് എടുത്ത് ഒരു വീഡിയോ ക്ലാസ്സോ അല്ലെങ്കിൽ PPT പ്രസൻറ്റേഷൻ അവരോട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിങ്ങനെയാണ് എന്നുള്ളത്. മറിച്ച് അത്തരം ആ അറിവുകളിൽ നമ്മളും കൂടി ഭാഗമാകുക എന്നുള്ളതാണ്. ഈ ഫെസിലിറ്റേറ്റർ എന്ന ഇപ്പോൾ പറയുന്ന പദം അല്ല അത്, മറിച്ച് ചേരുക എന്നുള്ളതാണ്. അവരോടൊപ്പം ചേരുക എന്നുള്ളത് ഒക്കെയുള്ള വളരെ സൂക്ഷ്മമായ അധ്യാപനം, വിദ്യാഭ്യാസത്തിൻ്റെ ഓരോ തട്ടിലെയും അനുഭവങ്ങൾ, സൂക്ഷ്മാനുഭവങ്ങളെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് വാസ്തവത്തിൽ ലോകത്തിന് മുമ്പിൽ വയ്ക്കാവുന്ന മഹാവിദ്യാഭ്യാസ ദർശനമാണ് ഏകാത്മക വിദ്യാഭ്യാസം എന്ന് രാജ്ഗുരു മുന്നോട്ട് വെച്ച ആശയത്തെക്കാൾ ഒരുപടി കൂടി മണ്ണിലിറങ്ങി എന്നത് പ്രായോഗിക തലത്തിൽ, പ്രയോഗ തലത്തിൽ എങ്ങനെയായിരിക്കും നമുക്ക് എളുപ്പമല്ല.
വിദ്യാഭ്യാസ രംഗത്ത് അനുഭവസ്ഥ എന്ന നിലയിൽ നമുക്ക് ആശയങ്ങൾ വെക്കാൻ വളരെ എളുപ്പമാണ്. ഇപ്പോൾ CBCS ഒക്കെ നടപ്പിലാക്കിയപ്പോൾ നമ്മൾ അനുഭവിച്ചവരാണ്. CBCS നടപ്പിലാക്കി 4 വർഷം 4 ടേം പരീക്ഷ കഴിഞ്ഞിട്ടും പഴയ മട്ടിൽ മാർക്കിട്ട അധ്യാപക സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അതുകൊണ്ട് മാറുക എന്നുള്ളത് കടലാസിൽ എഴുതി വയ്ക്കുമ്പോഴല്ല, ആ മാറ്റം എന്നുള്ള പ്രക്രിയ, വിദ്യാഭ്യാസ രംഗത്തെ മാറ്റം എന്നുള്ള പ്രക്രിയ അങ്ങനെ കണ്ട് നൊന്തുകൊണ്ടും വേദന കൊണ്ടും മാത്രം പരിഹരിക്കേണ്ടുന്ന, വേദനിച്ചുകൊണ്ടും നടത്തുന്ന വലിയ മാറ്റങ്ങളുണ്ട്. അത്തരം വേദനകളിലൂടെ കടന്നു പോകാൻ കൂടിയാണ് ഇത് നമ്മളെ പഠിപ്പിച്ചതെന്ന് പറയാൻ പറ്റത്തില്ല, നമ്മളോട് ചേർന്ന് നിന്നുകൊണ്ട് പറഞ്ഞത് എന്ന് പറയാനാണ് ആ വിദ്യാഭ്യാസ ദർശനത്തെക്കുറിച്ച് നമ്മളെ ചേർത്ത് വെച്ചുകൊണ്ട് അദ്ദേഹം നമ്മുടെ മുമ്പിൽ, മഹാധ്യാപകനായുള്ള അദ്ദേഹം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചതെന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. വരാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം, പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഒപ്പവും ഇത്തരമൊരു അന്തരീക്ഷത്തിൽ വരാൻ കഴിഞ്ഞതിലുള്ള ചെറിയ സന്തോഷമല്ല, ആ സന്തോഷം കൂടി പങ്കുവെച്ചുകൊണ്ട് ഈ വായനയിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങൾ എഴുതിയ വീണ്ടും വായിക്കുമ്പോൾ ഈ വായനയിൽ കിട്ടിയ കുറച്ച് കാര്യങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പ്രയോജനപ്പെടുത്താൻ പറ്റുന്നിടത്തൊക്കെ ഞാൻ ചെയ്യാം എന്നും കൂടിയാണ്. അതുകൊണ്ടാണ് ചങ്ങാതി എന്ന് ഞങ്ങൾക്കൊരു പദ്ധതി ഉണ്ട്. അയൽ സംസ്ഥാന തൊഴിലാളികളെ ഭാഷ പഠിപ്പിക്കുന്ന ഒരു തൊഴിലാളി സുഹൃത്തുക്കളെ ഭാഷ പഠിപ്പിക്കുകയും, ഭാഷ പഠിപ്പിക്കുകയല്ല, അന്യോന്യം ഹമാരി മലയാളമാണ്, അവരുടെ ഹമാരിയും നമ്മുടെ മലയാളവും കൂടെ ചേർത്തിട്ടാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആശയം വേറൊരു വെളിച്ചം കൂടി തരുന്നു. അവരോട് മാത്രം പറഞ്ഞാൽ പോരാ, കഞ്ചിക്കോട് അപ്പനാഘറുണ്ട്. കഞ്ചിക്കോട് ഞങ്ങൾക്ക് 115 വിദ്യാർത്ഥികളുണ്ട്. കഞ്ചിക്കോട് അപ്പനാഘർ ഉള്ളത് കൊണ്ട് ആലുവയിലെ നമ്മുടെ ഒരു ദുരനുഭവം അവിടെ ഉണ്ടാവില്ല എന്ന് ഉറപ്പിക്കാം നമുക്ക്. പ്രവചനമൊന്നുമല്ല, കാരണം അപ്പനാഘറുമാണ്, അവർ നമ്മുടെ സ്കൂളിലാണ് പഠിക്കുന്നത്, നമ്മളൊപ്പമാണ്. ഞാൻ അവിടെ പോയി, ഞാൻ 2 ആവർത്തി പോയി. ഞങ്ങൾക്ക് ജില്ലാ പഞ്ചായത്ത് വെച്ച പ്രത്യേക പദ്ധതി, പിന്നെ MLA വെച്ച പ്രത്യേക പദ്ധതി ഉള്ളതുകൊണ്ട് സവിശേഷമായിട്ട് അവിടെ നന്നായി തന്നെ നടക്കുന്നു. ആ കുഞ്ഞുങ്ങൾക്ക് ഒരു വ്യത്യാസമില്ല. പാർവതി എന്ന അയൽ സംസ്ഥാനത്ത് ബീഹാറി പെൺകുട്ടിയാണ് ഞങ്ങളുടെ അധ്യാപിക. എന്നെക്കാളും ഭംഗിയായിട്ട് നല്ല മലയാളം പറയും. കഴിഞ്ഞ 20 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. നല്ല വൃത്തിയായിട്ട് മലയാളം പറയുന്നത് മാത്രമല്ല, ഞങ്ങൾക്ക് ഈ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം, അവരോട് മാത്രം ഭാഷ പറഞ്ഞാൽ പോരാ, ഈ കുഞ്ഞുങ്ങളോടോ ഈ തൊഴിലാളി സുഹൃത്തുക്കൾ പണിയെടുക്കാൻ വരുന്നവരോട് പറഞ്ഞാൽ പോരാ, വീട്ടിലിരിക്കുന്ന അമ്മമാരോടും നമ്മൾ പറയേണ്ടത്. അതുകൊണ്ട് ചങ്ങാതിമാരെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തുകയല്ല വേണ്ടത്, ചങ്ങാതിമാരുടെ വീടുകളിലേക്ക് നമ്മൾ പോവുകയാണ് വേണ്ടത് എന്ന്. ഇതൊന്നും അല്ല പറഞ്ഞത് വേറൊന്നാണ്. നേരത്തെ പറഞ്ഞ രാമസ്വാമി മാഷയുടെ ഭാഷ മലയാളവും സംസ്കൃതവും ഇംഗ്ലീഷും ആയിരുന്നില്ല, അത് ഹൃദയത്തിൻ്റെ ഭാഷയായിരുന്നു. ഹൃദയത്തിൽ നിന്ന് ഇറങ്ങി വന്ന് നമ്മുടെ ഹൃദയത്തെ തൊട്ട ഭാഷയായിരുന്നു എന്ന് പറഞ്ഞതുപോലെ ആ വീടുകളിലെ ഉള്ളിലേക്ക് പോകാൻ കൂടി ഒരു ആശയമാണ്. ഒരു ആശയം കിട്ടുമ്പോൾ നമുക്കത് പ്രയോഗിക്കാൻ കൂടി ഉള്ളതായി മാറുന്നു എന്നുള്ളതാണ്. ഇത് മാത്രമല്ല, വിദ്യാഭ്യാസ ദർശനത്തിൽ മാത്രമല്ല, നിരവധിയായ ഇതിയുടെ ആദർശം, ആശയങ്ങൾ എനിക്കൊക്കെ പ്രയോഗിക്കാൻ ചില അവസരങ്ങൾ കിട്ടുന്നു എന്നും, അപൂർവമായ അവസരങ്ങൾ കിട്ടുന്നു എന്നുകൂടിയാണ്. അതുകൊണ്ട് ഈ ഭാഷാപരമായ, ഭാഷയെ സംബന്ധിച്ച ഈ ആശയം അത് വളരെ സൂക്ഷ്മതയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ വലിയ രീതിയിൽ മലയാളം വേണ്ട എന്ന് പറയുന്ന മലയാളിയുടെ ലോകത്ത് നമ്മൾ അത്തരം മാതൃഭാഷയെ സംബന്ധിച്ച ചർച്ച കൂടി ഉയർത്തേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.